നമുക്ക് 42-ാം സങ്കീർത്തനത്തിനും വായിപ്പാന്നൊക്കെ ദൈവം സഹായിച്ചുവല്ലോ. അതിൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 42-ാം സങ്കീർത്തനം. വളരെ പ്രത്യാശയിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 42-ാം സങ്കീർത്തനം. കഷ്ടവും ദുഃഖവും രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അത് മനുഷ്യ സഹജമാണ്. അതിൽ നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ പറ്റുകയില്ല. എല്ലാവർക്കും ഇതുണ്ടാകും. ആത്മീയർക്കും ഉണ്ടാകും, അനാത്മീയർക്കും ഉണ്ടാകും. ഈ ലോക ജീവിതത്തിൽ ഇത് സ്വാഭാവികമാണ്. എല്ലാവർക്കും ഇത് വിധിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിന് മക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ കാലിലെ ഒരു ചെറിയ തൊട്ടാവാടി മുള്ളു കൊണ്ടാൽ അത് ദൈവം അറിഞ്ഞാണ് സംഭവിക്കുന്നത്, ദൈവം അറിയാതെ അല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ തിരുവചനം പറയുന്നു, നമ്മുടെ തലയിലെ രോമത്തെ പോലും ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചവര് നിരീക്ഷിച്ചവര് പറയുന്ന ഒരു മനുഷ്യന്റെ തലയിൽ ഏറെക്കുറെ 2 ലക്ഷം മുടിയുണ്ടെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് സാധാരണ രീതിയിൽ നല്ല ഇടതൂർന്ന തലമുടിയുള്ളവർക്ക് 2.5-3 ലക്ഷം തലമുടി ഉണ്ടാകും. തലമുടി ഇഴകൽച്ചയുള്ളവർക്ക് ഒരുപക്ഷെ 1.5-1 ആയിരിക്കും. അപ്പൊ ഇതിൽ ഒരെണ്ണം കൊഴിഞ്ഞു പോയാൽ ദൈവം അറിയും. നോക്കണമേ, എത്ര ലക്ഷമാണ്? 2, 3, 1, 1.5 ലക്ഷം തലമുടി നമ്മുടെ തലയിലുള്ളതിൽ നിന്ന് ഒരു തലമുടി കൊഴിഞ്ഞു പോയാൽ ദൈവം അറിയും. ദൈവം അറിയാതെയല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞു തൊട്ടാവാടി കൊണ്ട് നമ്മുടെ കാലിൽ കൊണ്ടാൽ പോലും ദൈവം അറിയാതെ അല്ല. അപ്പൊ അതിന് മേളിലോട്ട് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവോ ഇതൊന്നും ദൈവം അറിയാതെ അല്ല, ദൈവത്തിന്റെ അറിവോട് കൂടിയാണ്. എന്നാൽ ഒരു ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം ദോഷത്തിന് വേണ്ടി ചെയ്യുകയില്ല. ദൈവം എന്ത് ചെയ്താലും അത് ദൈവത്തിന്റെ മഹത്വവും നമ്മളെ ഒരു പക്ഷേ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാനോ ശുദ്ധീകരിക്കപ്പെടുവാനുള്ള ശോധനയായിട്ടൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ 42-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യവും അതിന്റെ 11-ാമത്തെ വാക്യവും ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. 6-ാമത്തെ വാക്യം, എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവനെന്റെ മുഖപ്രകാശം ചെയ്യുന്ന ദൈവമാകുന്നു. നിങ്ങൾ ഞാൻ അവനെ നമ്മളെ ഇത് പാടിയത് ശീർഷകത്തിൽ എഴുതി കാണുന്നു. ഓരോപുത്രന്മാരുടെ ഒരു ധ്യാനം, ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി വലിയ വില മുടക്കിയ ഒരു ഗ്രൂപ്പാണ്, ഒരു കൂട്ടമാണ് കോരപുത്രന്മാർ. ഒരു പക്ഷേ പല പ്രാവശ്യവും ഞാനിത് ദൈവജനത്തിൽ നിന്ന് സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. കോരപുത്രന്മാരുടെ അനുഭവം, അവരെ ദൈവം നോട്ട് ചെയ്യാനുണ്ടായ കാരണങ്ങൾ, അവരെ ദൈവം ശ്രദ്ധിക്കാനുണ്ടായ കാരണങ്ങളൊക്കെ നമുക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും വായിച്ച് ശുശ്രൂഷിക്കുന്ന ഭാഗത്തിന്റെ ഒത്തുചേർന്നുള്ളതാകുന്ന ഒരു അറിവിനും ചിന്തയ്ക്കും ഏകോപനത്തിനുമായിട്ട് നമുക്ക് ആ മുഖവരെ അല്പമൊന്ന് ചിന്തിച്ചിട്ട് തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ആരാണ് കോരപുത്രന്മാര്? കോരകന്റെ പുത്രന്മാരാണ് കോരപുത്രന്മാര്. ആരാണ് കോരക? സ്തോത്രം. കോരക, ദാന്, അബീരാം, ഓൻ, അങ്ങനെ 4 പേരെ കുറിച്ച് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ കാണുന്നുണ്ട്. അവരെന്താണ് നന്മ പ്രവൃത്തി ചെയ്തിട്ടാണോ? അല്ല, നന്മ പ്രവൃത്തി ചെയ്തിട്ടല്ല. അവരെ കുറിച്ച് തിരുവചനം പറയുന്നത് അവർ തിന്മ പ്രവൃത്തി ചെയ്തു. അപ്പൊ ഈ സത്യവേദ പുസ്തകത്തില് നന്മ പ്രവൃത്തി ചെയ്തവരെ കുറിച്ചും തിന്മ പ്രവൃത്തി ചെയ്തവരെ കുറിച്ചും കാണുന്നുണ്ട്. നന്മ പ്രവൃത്തി ചെയ്തവരെ കുറിച്ചായാലും ശരി, തിന്മ പ്രവൃത്തി ചെയ്തവരെ കുറിച്ചായാലും ശരി, എന്ത് തന്നെ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവോ
കലാകാലങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയ്ക്കും പഠനത്തിനും സൂക്ഷ്മ ജീവിതത്തിലും നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാകുന്ന യാത്രയിൽ ശുദ്ധീകരണവും ഒരുക്കവും പ്രാപിച്ച് നമ്മൾ ഈ ലോകയാത്രയിൽ, സിയോൻ യാത്രയിൽ നമ്മൾ കർമ്മനിരതരായിത്തീരുന്നൊക്കെ വേണം. ഇത് രണ്ടും നമുക്ക് ഉപകരിക്കുന്നു. നമ്മൾ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 26 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരി വിഷയങ്ങൾ നമുക്ക് അവിടെ വായിക്കാനുണ്ടെങ്കിൽ തന്നെയും ഞാൻ അതിലേക്കൊന്നും അധികം കടക്കാതെ കൊണ്ടും ചുരുങ്ങിയ സമയത്തുള്ളിലുള്ളതാകുന്ന ചിന്തയ്ക്ക് വേണ്ടി അതിന്റെ മുഖപര കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 26 മുതൽ വാക്യങ്ങൾ വായിക്കാം. അവൻ സഭയോട് ഇവിടെ നോക്കണമേ, കോരഹ്, ദാൻ, അബീരാം എന്നിവർ മോശയ്ക്കെതിരെ വലിയ വിപ്ലവം സൃഷ്ടിച്ചു. നിസ്സാര സംഭവമൊന്നുമല്ല ചെയ്തത്. വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. എന്താണ് കാര്യം? മോശയുടെ നേതൃത്വത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. മോശയെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. മോശയുടെ നേതൃത്വത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർ മോശയ്ക്കെതിരെയും അഹരോനെതിരെയും അവർ സംസാരിക്കുകയാണ്, വെറുക്കുകയാണ്. അവരെ പ്രശ്നമുണ്ടാക്കി. നമുക്ക് എത്ര ലക്ഷം ജനമാണ്? 30 ലക്ഷം ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ളതാണ്, വാഗ്ദത്ത ദേശമാകുന്ന കനാൻ നാട്ടിലേക്കുള്ളതാകുന്ന യാത്രയിൽ അതിന്റെ മുഖ്യ നായകനായിരിക്കുന്ന മോശയോട് ചേർന്ന് മോശയുടെ ഈ മരുഭൂമി യാത്രയിൽ കൂട്ടുപ്രവർത്തകരായിട്ട് സഹായിക്കേണ്ടവരാണ് സഹോദര വർഗത്തിൽപ്പെട്ടതാകുന്ന കോരഹും, ദാനും, അബീരാമും മറ്റും. കുഴപ്പമില്ലായിരുന്നു. ആരംഭ സമയത്ത് അവരോട് മോശയുടെ ഒക്കെ കൂടെ നിന്നു. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ മോശയ്ക്ക് മഹത്വം വർദ്ധിച്ചു. യാത്രാവേളയിൽ 40 വർഷത്തെ യാത്രയിൽ മോശയ്ക്ക് മഹത്വം വർദ്ധിച്ചു. മോശ ഒരു ദൈവപുരുഷനായിട്ട്, എന്തിനാണ് പറയുന്നത്, ജനത്തിന്റെ കണ്ണിമുൻപാകെ മോശ ഒരു ദൈവമായിട്ട് തന്നെ തീരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ദേശങ്ങൾ നിറയപ്പെട്ട മോശ യഹോവയായ ദൈവത്തിന്റെ അടുക്കൽ പർവ്വതത്തിലേക്ക് കടന്നുപോയിട്ട് മോശ ഇറങ്ങി വരുമ്പോൾ അഹരോൻ പോലും പറയുകയാണ്, യജമാനനെ, ഞങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അങ്ങയെ കാണാൻ പറ്റുന്നില്ല. കാരണം തേജസ്സിനാൽ നിറയപ്പെട്ട മോശയാണ് കാണുന്നത്. ദൈവത്തിനോടൊത്ത് സമ്പർക്കം ചെയ്തിട്ട് ആ പർവ്വതത്തിൽ നിന്നും താൻ ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജനം ഒന്നടങ്കം പറയാണ്, അല്ലയോ മോശേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണ്ട, അങ്ങ് അഹരോനോട് സംസാരിക്കേ. അങ്ങും അഹരോനും തമ്മിൽ സംസാരിച്ചിട്ട് അഹരോൻ വന്ന് ഞങ്ങളോട് കാര്യം പറയട്ടെ. അങ്ങയെ ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് അങ്ങനെ തേജസ് അത്രയാണ്. ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുന്നവർക്ക്, ദൈവത്തിന്റെ അടുക്കൽ, യഹോവയുടെ പർവ്വതത്തിൽ, യഹോവയുടെ അടുക്കൽ, ദൈവത്തിന്റെ അടുക്കൽ രാത്രിയുടെ യാമങ്ങളിലായാലും പകലോരങ്ങളിലായാലും ഏതു സമയത്തിലും കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുടെ മുഖത്തിന് നല്ല തേജസ്സായിരിക്കും. ഈ ഭൂമിയിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി അരമണിക്കൂർ, 1 മണിക്കൂർ ദീർഘസമയങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല തേജസ്സായിരിക്കും. മുഖശോഭ വർണ്ണിച്ച് നിൽക്കും, ശോഭ തിളങ്ങി നിൽക്കും. മുഖത്തിന് നല്ല പ്രസന്നതയായിരിക്കും. ഗൗരവഭാവം കാണുകയില്ല. ക്രോധത്തിന്റെയും കോപത്തിന്റെയും മുഖഭാവങ്ങൾ അപ്പോൾ കാണുകയില്ല. കാരണം ദൈവാത്മാവിനാൽ നിറയപ്പെട്ട തിളങ്ങുന്ന ഒരു അനുഭവമായിരിക്കും. പർവ്വതത്തിന്റെ മുകളിൽ യഹോവയിലേക്കൊന്ന് മോശ 40 നാളും 40 പകരമാണ് പർവ്വതത്തിലായിരുന്നത്. ജനം പറയുകയാണ്, ഒന്നുറക്കെ പറയുകയാണ്, ഒരു കാര്യം ചെയ്യേ, അങ്ങ് അഹരോനോട് സംസാരിക്കേ. അഹരോൻ വന്ന് ഞങ്ങളോട് സംസാരിക്കട്ടെ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കേണ്ട. കാരണം അങ്ങയുടെ തേജസ്, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾക്ക് നോക്കാൻ പറ്റാത്ത വിധത്തിൽ അങ്ങ് തേജസ്സിനാൽ പ്രകാശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അധികം വെളിച്ചമുള്ള നമുക്കിപ്പോൾ സൂര്യനെ കാണാൻ പറ്റുന്നത് ഇത്രയും ദൂരം വേണ്ട, കോടിക്കോടി കിലോമീറ്റർ ദൂരെയായിട്ടാണ് നമുക്ക് സൂര്യനെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത്. അത് നട്ടുച്ചയ്ക്ക് നോക്കിയാൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മളെ സൂര്യനോട് അടുക്കിലേക്ക് ചെന്നാൽ നമ്മുടെ കണ്ണടിച്ചു പോകും. അതേപോലെ തന്നെയാണ് വെൽഡിംഗ് മെഷീൻ്റെ വെൽഡിംഗ് ചെയ്യുന്ന മെഷീൻ, വെൽഡിംഗ് ചെയ്യുന്ന ആ മെഷീൻ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഇരുമ്പ് ബെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ വെളിച്ചത്തിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ കണ്ണടിച്ചു പോകും. അതിനൊക്കെ ശോഭയാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്നൊരു വിട്ട് സൃഷ്ടിച്ചവനാണ് യഹോവയായ ദൈവത്തിന്റെ തേജസ്. മാത്രമേ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വരുന്ന മോശ തിളങ്ങുന്നവനായിരുന്നു, ശോഭയുള്ളവനായിരുന്നു, പ്രകാശം ദൈവാത്മാവിനെ നിറയപ്പെട്ടവനായിരുന്നു. നമ്മളിലും ആ ഒരു ഭാവം ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കുന്നവർ, ദൈവസ്ഥലിൽ ഇരിക്കുന്നവർക്കൊക്കെ ഒരു അനുഭവം ഉണ്ടാകണം. ദൈവാത്മാവിന്റെ തേജസ്സായി ഞാൻ ശോഭിക്കണം, എൻ്റെ മുഖഭാവങ്ങൾ മാറരുത്, ഞാൻ ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കണം. അത് കാണുന്നവർക്ക് സന്തോഷമാണ്, അത് കാണുന്നവർക്ക് ഒരു കുളിർമയാണ്, അത് കാണുന്നവരിലേക്ക് ഒരു അഭിഷേകത്തിന്റെ അനുഭവം ഉണ്ടാക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം ചെയ്യാം. മോശ ശോഭിക്കാൻ തുടങ്ങി. ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത സമയത്ത് യഹോവയായ ദൈവത്തോട് മോശ കരയുന്നു. മോശ ദൈവത്തോട് ചോദിക്കുന്നു. മോശയോട് പറയുന്നു, നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നീ പാറയെ അടിക്കുക എന്ന് പറയുന്നു. പാറ വളർന്ന് വെള്ളം കുടിക്കുന്നു. 30 ലക്ഷം ജനങ്ങളും അവർക്കുള്ള ആടുകൾ, കഴുതകൾ, എല്ലാ ജീവജാലങ്ങളും ആ വെള്ളം കുടിക്കുന്നു മരുഭൂമി യാത്രയിൽ. പിന്നീട് വടിയെടുത്തോണ്ട് പാറയോട് കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ മോശ അർത്ഥത്തിൽ അടിച്ചുപോയി. അത് വേറെ വിഷയം. എങ്കിലും അവിടെയെല്ലാം ദൈവം പ്രവർത്തിക്കുക. അവർക്ക് ആകാശത്തിൽ നിന്നും അവർക്ക് മഞ്ഞ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ അവർക്ക് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാടപ്പക്ഷികൾ, ഞാൻ കഴിഞ്ഞ ഒരു നാളിൽ പറഞ്ഞതാണ്, 1000 കോഴിക്ക് അരക്കാട് എന്നാണ് പറയുന്നത്. കാടയ്ക്ക് അത്രത്തോളം പവറാണ്, ഗുണമുണ്ട്. കാടയ്ക്ക് അത്രത്തോളം വിറ്റമിൻ ഉണ്ട്. 1000 കോഴിക്ക് അരക്കാട് എന്നാണ് പറയുന്നത്. 1000 കോഴിക്ക് അരക്ക് 2000 കിലോ വരും. 1000 കോഴിക്ക് 2000 കിലോ ഇറച്ചി എടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ 1200 കിലോ ഇറച്ചി വരും. 1000 കോഴിയെ എടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ 600 കിലോ ഇറച്ചി വരും. അപ്പൊ 1000 കോഴിക്ക് ഇത്രയും മാംസമുണ്ട്. കറക്റ്റ് നല്ല ഓർമ്മയില്ലെങ്കിൽ തന്നെയും. അപ്പൊ അതിന് അരക്കാട എന്നാ ഒരു കാടയെന്ന് പറഞ്ഞാൽ 100 ഒരു അറ്റം അങ്ങേറ്റമേ 100 ഗ്രാം ഇറച്ചിയേ ഉള്ളൂ. അപ്പൊ 50 ഗ്രാം ഇറച്ചി 1000 കോഴി ഇറച്ചിക്ക് തുല്യം. അത്രയ്ക്ക് പവറാണ്, അത്രയ്ക്ക് അതിന് വിറ്റമിൻ ഉണ്ട്. ഒത്തിരി കഴിക്കേണ്ട കാര്യമില്ല. അപ്പോളെ ദൈവത്തിന്റെ സ്തോത്രം, ഇങ്ങനെ ശ്രേഷ്ഠ ഭോജനമാണ് ദൈവം, യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ കൊടുത്തത്. അതിന് വരുന്നത് വേറൊരു വിഷയമുണ്ട്. ഈ ജനം 40-30 ലക്ഷം ജനം ഇസ്രായേലിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അവർ കുത്തിത്തിരിപ്പുണ്ടാക്കുക, ബഹളമുണ്ടാക്കുക, പിറുവിറുപ്പുണ്ടാക്കുക. അവർ പിറുവിറുക്കുന്നതനുസരിച്ച് ദൈവത്തിന് കോപം അവരുടെ മേൽ വരുന്നു. അത് പിന്നെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവരെ ചുറ്റിക്കുന്നു. പക്ഷെ ദൈവത്തിന് നീതിയുണ്ടല്ലോ, വളരെ നീതിമാനാണ്. നമുക്ക് കാര്യം ഓർക്കണം, 40 വർഷം യഹോവയായ ദൈവത്തിനും മോശയ്ക്കും എതിരെ ഈ ജനം പിറുവിറുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവർക്ക് ആകാശത്തിൽ നിന്നും കാളയെ കൊടുത്തുകൊണ്ടിരുന്നു. ഇന്ന് രാവിലെയും പണി കൊടുത്തു ദൈവത്തിന്. ഇന്ന് രാവിലെയും മോശയ്ക്കെതിരെ സംസാരിക്കുക, ജനമെല്ലാം മോശയ്ക്കെതിരെ സംസാരിക്കുക. പക്ഷെ അവന്റെ കൂടാരത്തിനകത്ത് എന്തായിരിക്കുന്നു? മന്ന എങ്ങനെ വന്നതാണ്? ദൈവം മോശയോട് പ്രാർത്ഥിച്ച് ദൈവം മോശയോട് ദൈവത്തിനും മനുഷ്യനും മുൻപാകെ ഇടിവിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത ഭക്ഷണമാണ് മന്ന. ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത ഭക്ഷണമാണ് കാട. ഇവരുടെയൊക്കെ കൂടാരങ്ങളിൽ ഈ കാടയും മന്നയും ഇരിക്കുമ്പോൾ തന്നെ ഈ ജനം ദൈവത്തിന് മോശയ്ക്കെതിരെ വെറുതെയാണ്. മക്കളെ, ഞാനിപ്പോ ഒരാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക, ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കരുതുക, ഒരാളെ ഞാൻ സഹായിക്കുന്നു എന്ന് ഓരോ നേരത്തെ ആഹാരം കൊടുക്കുകയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ്. പോട്ടെ, രാവിലെയും പോയിട്ട് ഉച്ചയ്ക്കും വൈകിട്ടും 2 നേരത്തെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ ഇന്നും ഉച്ചയ്ക്കും വൈകിട്ടും ഒരാൾക്ക് ആഹാരം കൊടുക്കുകയാണ്. ഇങ്ങനെ ആഹാരം കൊടുത്തു ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി ഇങ്ങനെ സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് സാധുവാണ്. ഇങ്ങനെ ഒരു ദിവസം ഞാൻ അറിയുന്നു, ആ മനുഷ്യൻ എനിക്കെതിരെ പ്രക്ഷോഭങ്ങളുണ്ടാക്കി, ആ മനുഷ്യൻ എനിക്കെതിരെ ദോഷം സംസാരിച്ചു, ആ മനുഷ്യൻ എനിക്ക് വിരുദ്ധമായി സംസാരിച്ചു എന്ന് അറിഞ്ഞാൽ ഞാൻ എന്താ പറയും? വീട്ടിൽ പറയും, അവൻ നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്കിട്ട് ദോഷം ചെയ്യുക, നമ്മളോട് അവരെ എതിർക്കുക, നമ്മുടെ ശത്രുപക്ഷത്തെ അവർ നീക്കുകയാണ്, ഇനി തൊട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണ്ട എന്ന് നമ്മൾ പറയും. ബലഹീന മനുഷ്യരാകുന്ന നമ്മുടെ ഒരു പ്രശ്നമാണ്. പക്ഷെ നീതിമാനായ ദൈവമോ, ഈ ജനം പെറുപിറുക്കുമ്പോഴും മോശയ്ക്കും അഹരോനും മോശയ്ക്കും ദൈവത്തിനുമെതിരെ ഈ ജനം പെറുപിറുക്കുമ്പോഴും അവരുടെ കൂടാരങ്ങളിലും രാവിലെ കാട പറക്കിക്കൊണ്ട് ചെല്ലുന്നു. അത് അവർ ഭക്ഷണം കഴിക്കുന്നു. രാവിലെ അവർക്ക് മന്ന കിട്ടുന്നു. അത് ശ്രേഷ്ഠ ഭോജനമാണ് മന്ന. മന്നയെക്കുറിച്ച് പറയും, മന്നയോ കൊത്തമ്പാലിനി പോലെ എന്നാ പറയുക. കൊത്തമ്പാലി പോലെയും തെന്നിനാൽ മുഖ്യ ദോശ പോലെയും അത്രയ്ക്കും സ്വാദാണ്.
ഭയങ്കര ഗുണമുള്ളതാണ്. അപ്പം ജനം മോശയ്ക്കും ദൈവത്തിനുമെതിരെ സംസാരിക്കുമ്പോഴും യഹോവയായ ദൈവം, നീതിമാനായ ദൈവം, അത് ദയാകടാക്ഷമുള്ളവനായ ദൈവം ഈ ജനത്തിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ പഠിക്കണം. ദൈവമക്കളാണ് നമ്മൾ. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ചെറിയ അംശമെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. മോശയ്ക്കെതിരെയും ദൈവത്തിനെതിരെ സംസാരിക്കുന്നവരും അന്ന് രാവിലെ മഞ്ഞ് പറക്കിക്കൊണ്ട് വന്നു, അത് പാചകം ചെയ്യുകയാണ്. അന്ന് രാവിലെ കാട കൊണ്ടുവന്നു, കാടയെ പിടിച്ചുകൊണ്ടുവന്ന് പാകം ചെയ്യുകയാണ്. പക്ഷെ അവര് സംസാരിച്ച അപ്പം നിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിനെതിരെ സംസാരിക്കുക. ദൈവമായത് അവിടെ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു, അവിടെ നല്ല ജീവിതമായിരുന്നു, അവിടെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇവിടെ നോക്കണമേ, മരുഭൂമിയിൽ ഞങ്ങളെ ആരേക്കാൻ കൊണ്ടുവന്നതാണ്, ഞങ്ങളെ ഇതെല്ലാം പറഞ്ഞ് ലാസ്റ്റ് മോശയ്ക്കെതിരെ അവരങ്ങ് തിരിഞ്ഞു. അവന്റെ ആഗ്രഹം ഇതേ ഉള്ളൂ, മോശയ്ക്ക് ജനത്തിന്റെ ഇടയിൽ മഹത്വം വർദ്ധിച്ചു. ജനമെല്ലാം മോശയെ അംഗീകരിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ കൃപ മോശയുടെ മേൽ വരാൻ തുടങ്ങിയപ്പോൾ ഈ കോരകനും ദാനും അബീരാമിനും ഒരു ആഗ്രഹം, ഇത് ഞങ്ങളുടെ സഹോദരനല്ലേ അവൻ ഞങ്ങളത്ര യോഗ്യതയില്ല, അവൻ വൃദ്ധനാണ്, 80 വയസ്സ് കഴിഞ്ഞു. അവന് വ്യക്തമായി സംസാരിക്കാൻ പറ്റുന്നില്ല, വിക്കലാണ്, തനിച്ചതാവുള്ളവനാണ്. ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ വിക്കി 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 പോവുകയാണ്. പെട്ടെന്നൊരു കാര്യം പറയാനുള്ളതാകുന്ന നാക്കിന് സ്ഫുടതയില്ല. വിക്കി 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 വിക്കിയാണ് കാര്യം പറയുന്നത്, ആർക്കും ഒന്നും മനസ്സിലാക്കുകയില്ല. അപ്പോൾ മോശയുടെ വിക്കി വിക്കി പറയുന്നത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് തന്റെ ജ്യേഷ്ഠസഹോദരനാകുന്ന അഹരോൻ. അപ്പോൾ അഹരോൻ മോശ സംസാരിക്കുന്നത് കേട്ടിട്ട് അതെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അഹരോനാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. വലിയ വൈകല്യമുള്ളൊരു മനുഷ്യനായിരുന്നു മോശ. ദൈവം മോശയ്ക്ക് നാവായിട്ട് ജ്യേഷ്ഠസഹോദരൻ അഹരോനെ കൂടെ നിർത്തിയിരിക്കുക. നാക്കായിട്ട് സംസാരിക്കാൻ വേണ്ടി വൈകല്യമുണ്ട്, വലിയ വൈകല്യമുണ്ട്. പക്ഷെ എത്ര വൈകല്യമുള്ള മനുഷ്യനായാലും, എത്ര ഗ്ലാമർ കുറഞ്ഞ മനുഷ്യനായാലും, എത്ര വലിയ കുടുംബത്തിൽ പിറക്കാത്ത ഒരു മനുഷ്യനായാലും, എത്ര വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യനായാലും, എത്ര വലിയ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ വലിയ കഴിവോ ഗുണങ്ങളോ ഒന്നും പറയേണ്ടത് മനുഷ്യനായാലും, കാണുവാൻ കണ്ണിന് കൊള്ളാവുന്ന രീതിയിൽ ഒരു വർണ്ണനയും പറയുവാനില്ലെങ്കിൽ തമ്പുരാൻ ഒരുവന്റെ മേൽ അഭിഷേകം ചെയ്താൽ, തമ്പുരാൻ ഒരുവരെ വിളിച്ച് വേർതിരിച്ച് തന്റെ നാമത്തിന് വേണ്ടി നിർത്തിയാൽ അവൻ ശ്രേഷ്ഠനാണ്. അവൻ ദൈവത്തിന്റെ മഹത്വം അവന്റെ മേലുണ്ടാകും. ഇക്കരായി നടിച്ച നാവുള്ള മോശയെ കോരകനും ദാനും അബീരാമിനും അംഗീകരിക്കാൻ പറ്റുന്നില്ല. മോശയ്ക്കെതിരെ പിറുപിറുക്കുകയാണ്. അവർ പറയുകയാണ്, മോശയുടെ സ്ഥാനം ഞങ്ങൾ എടുക്കണം. ഇങ്ങനെ പറഞ്ഞ് അവരൊരു ടീമായിട്ട് രൂപീകരിച്ചു. ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടാകുന്നതിന് പോലെ, ഇന്നത്തെ രാഷ്ട്രീയ ഭരണ സംവിധാനത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകുന്നത് പോലെ മോശയ്ക്കെതിരെ ഒരു പ്രതിപക്ഷം വന്നു. ആ പ്രതിപക്ഷം പിന്നെ മോശയുടെ ഭരണ സംവിധാനത്തെ അടിച്ച് താഴെ പറ്റിച്ചുകൊണ്ട് ഇവർക്ക് അത് മോശയുടെ സ്ഥാനത്തേക്ക് അതേ ദൈവത്തിന്റെ ആ ജനത്തെ നയിപ്പന്തക്കോണം മുൻപിൽ നിൽപ്പന്തക്കോണം മോശ ഇല്ലാതെയാക്കുക, ഞങ്ങൾക്ക് ജനത്തെ നയിക്കണം എന്നുള്ളതാകുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ദൈവം സഹിക്കുന്നു. നമുക്ക് കഴിവുണ്ടായിരിക്കാം, നമുക്ക് സാമർഥ്യം ഉണ്ടായിരിക്കാം, നമുക്ക് യോഗ്യത ഉണ്ടായിരിക്കാം, നമുക്ക് ഒത്തിരി ശ്രേഷ്ഠതകൾ പറയാനുണ്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ മഹത്വം ഈ ലോകപ്രകാരം നമുക്ക് പറയാൻ കാണും. പക്ഷെങ്കിൽ തമ്പുരാന്റെ അഭിഷേകം നിന്റെ ദൈവത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആ പ്രത്യേകമായ ശ്രേഷ്ഠ പദവിയിലേക്ക് ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചില്ല എങ്കിൽ നിനക്കുള്ളതൊന്നും ഇവിടെ വരയില്ല. ഇന്നത്തെ ലോകത്തിന് അങ്ങനെയല്ല. ഇന്നത്തെ ലോകത്ത് നോക്കുകയാണെങ്കിൽ അവന്റെ വിദ്യാഭ്യാസ യോഗ്യത, അവന്റെ കുടുംബശ്രേഷ്ഠത, അവന് പിന്നെ പേഴ്സണാലിറ്റി കാണാൻ കൊള്ളാമോ? ബൈബിൾ കോളേജിലും പോയില്ല, ഒന്നും പഠിച്ചില്ല, 2 അക്ഷരം പറയാനും അറിയത്തില്ല, യാതൊരു മാതൃക ഉള്ള ജീവിതവുമില്ല. താൻ തോന്നിയായിട്ട് തന്നിഷ്ടപ്രകാരം തോന്നിയതുപോലെ ഏത് വൃത്തികേടിനും കൊള്ളതാഴ്മയ്ക്കും ഒക്കെ നടന്നാലും ശരി, ഈ പുസ്തകം എടുത്തോണ്ട് നടന്നാൽ മതി. കാണാൻ കൊള്ളുന്ന കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ അവന് സ്റ്റേജുണ്ട്, അവന് വേദിയുണ്ട്, അവനെല്ലാവരും മഹത്വവാനായിട്ട് കാണും. എന്നാൽ വലിയ കുടുംബശ്രേഷ്ഠതയൊന്നും പറയുവാനില്ല, വലിയ മഹത്വമൊന്നും പറയുവാനില്ല. സാധുവായ ഒരുവൻ എത്ര വലിയ അഭിഷേകത്തിൽ നിറയപ്പെട്ട് ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി എത്ര ശക്തമായിട്ട് നിന്നാലും ഇന്നത്തെ സമൂഹം അംഗീകരിക്കുകയില്ല. കാരണം കാഴ്ചയിൽ കണ്ണിനും എന്താണ് യോഗ്യത. ഇവിടെ കോരകനും ദാനും അബീരാമിനും പറ്റിയ അബദ്ധമതാണ്. മോശയ്ക്കെതിരെ അവർ ശബ്ദമുയർത്തി പിറുപിറുക്കാൻ തുടങ്ങി. എന്നും അവരുടെ വീടുകളിൽ മീറ്റിങ്ങുകൾ കൂടാൻ തുടങ്ങി. പക്ഷെങ്കിൽ ഇവരുടെയൊക്കെ വീടുകൾ, കോരകന്റെ ദാന്റെ അബീരാമിന്റെ ഓന്റെ ഒക്കെ വീടുകളിൽ ഇങ്ങനെ എന്നും വൈകിട്ട് സന്ധ്യയ്ക്ക് മീറ്റിംഗാണ്. എന്താണ് മീറ്റിങ്ങിൽ കൂടിയാലോ? കോരകൻ പറയുന്നത്, ഞാൻ ഇനി മോശയുടെ സ്ഥാനത്ത് ഞാൻ നേതൃത്വത്തിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻ്റായിട്ടൊക്കെ നിന്ന്
സഹമന്ത്രിമാരൊക്കെ ആയിട്ട് നിന്ന് നമുക്ക് ഈ ജനത്തെ നയിക്കാം. മോശയെ നമുക്ക് തള്ളിക്കളയാം. നന്നാൻ പോകത്തില്ല. നമ്മള് സംഖ്യാപുസ്തകം അതിന് 16-ാം അധ്യായത്തിന്റെ 26 വാക്യങ്ങൾ വായിക്കുന്നത്, അവൻ സഭയോട് ഈ ദുഷ്ട മനുഷ്യരുടെ സകല പാപങ്ങളാൽ നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കിൽ നിന്നും മാറിപ്പോകുകയും. അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുന്നത്, ഇങ്ങനെ വലിയ വിഷയമുണ്ടായി. മോശയ്ക്ക് ഈ വാർത്തകളെല്ലാം മോശയുടെ അടുക്കൽ ചെന്നു. മോശ എന്തോ ചെയ്തു? മോശ അതിന് പ്രതികരിക്കാനൊന്നും പോയില്ല. മോശ അതിന് പകരം വീട്ടാനൊന്നും പോയില്ല. ഇന്നത്തെ നേരത്തങ്ങളല്ല. ഇന്നത്തെ കാലഘട്ടത്തില് ഒരു നേതൃത്വത്തിനെതിരെ ആരെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നറിഞ്ഞാൽ, നേതൃത്വത്തിനെതിരെ ഒന്ന് മിണ്ടിയെന്നറിഞ്ഞാൽ മിണ്ടുമെന്ന് തോന്നിയാൽ മതി. ഇന്നവര് നമുക്ക് ഒരുപക്ഷെ നാളെ നമുക്കെതിരെ എന്തെങ്കിലും പറയുമെന്ന് തോന്നിയാൽ മതി, അവന്റെ അടിവേര് പറിക്കും. നാളെ അവന് നാക്കെടുത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ അവന്റെ അടിവേര് പറിക്കും. ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം അങ്ങനെയാണ്. ആത്മീയ നേതൃത്വം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനെക്കാളും ഹീനമായ നേതൃത്വം അങ്ങനെയാണ്. എവിടെയും ഞാനൊരു പ്രസ്ഥാനത്തെ കുറിച്ചല്ല പറഞ്ഞത്, പൊതുവിൽ കാണുന്നൊരു കാര്യമാണ് പറയുന്നത്. നാളെ അവൻ അല്ലെങ്കിൽ അവർ ആ സഭ എനിക്കെതിരെ നിൽക്കും എന്ന് ബോധ്യം, അങ്ങനെ ഒരു ധാരണ ഉണ്ടായാൽ മതി. മേൽക്കടകം അതിനു വേണ്ടി ഇടപെടും, എഴുന്നേൽക്കും, ആ വേണ്ട നടപടികൾ ചെയ്യും. എന്നേക്കുമായിട്ട് അവനെ നാമാവിശേഷമാണ്. പ്രസ്ഥാനത്തിന് വെച്ച് പുറത്തു കളയും. മോശ എന്ത് ചെയ്തു? മോശ ഈ വിഷയം ദൈവത്തിന് ഇടയ്ക്കുന്നുണ്ട്. എത്ര വർഷത്തിന്റെയാ? ഇന്നത്തെ ഒരു സഭയിൽ അങ്ങേ അറ്റം പോയാൽ 20, 25, 30, ഇങ്ങനെ അറ്റം പോയാൽ 100 പേര്. ഇങ്ങനെ അറ്റം പോയാൽ സഭയിൽ 100 പേരൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ 150 പേര്. ചുരുക്കം ചില സഭകളേ ഉള്ളൂ 200 പേരൊക്കെ ഉള്ളത്. അത്രയും ജനത്തിന്റെ ഒരു നായകനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് പാസ്റ്റർ, അല്ലെങ്കിൽ ശുശ്രൂഷകൻ. അങ്ങനെയുള്ള 500, 800, 1000 സഭകൾക്കാണ് ഒരു പ്രസ്ഥാനത്തിന്. ആ പ്രസ്ഥാനത്തിന് നേതാവാണ്. പക്ഷെങ്കിൽ ആ നേതാവിനെതിരെ ഈ പ്രസ്ഥാനത്തിലുള്ള ആയിരക്കണക്കിനോ അല്ലെങ്കിൽ 500, 800, 600 ഒക്കെ പാസ്റ്റർമാർ, ശുശ്രൂഷന്മാരുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു വാക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നേതൃത്വം കടന്നു വന്നിട്ട് അതിനെതിരെ സംസാരിക്കാൻ ഇടപെടും, വേണ്ട ആക്ഷൻ എടുക്കും, നടപടിയെടുക്കും. അത് ദൈവപരമായിട്ടാണ്, ദൈവവിരുദ്ധമായിട്ടാണ് ഇടപെടും. പക്ഷെങ്കിൽ 30 ലക്ഷം ജനത്തിന്റെ നായകനായിരിക്കുന്ന മോശയ്ക്കെതിരെ ഇവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി മോശയെ തറപറ്റിക്കുവാൻ, മോശയുടെ നേതൃത്വത്തെ അത് തറപറ്റിക്കാൻ നോക്കി വലിയ വിഷയം ഉണ്ടായപ്പോൾ മോശ എന്ത് ചെയ്യുന്നു? പ്രതികരിക്കാൻ പോയില്ല, മറുവാക്ക് പറയാൻ പോയില്ല, വഴക്കിനും മല്ലിനും പോയില്ല, ദൈവനാമം ദൂഷിക്കുവാൻ മോശ ഒരുങ്ങിയില്ല. ആ വിഷയം ദൈവത്തിനിടക്കിലെത്തി. മോശ ആ വിഷയം ദൈവത്തിനിടക്കിലെത്തി. നമ്മൾ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, യഹോവ മോശയോട് ഈ സഭയുടെ മധ്യത്തിൽ നിന്ന് മാറിപ്പോകുകയും ഞാൻ അവരെ ക്ഷണത്തിൽ സംഗ്രഹിക്കുമെന്ന് മോശ ഈ വിഷയം ദൈവത്തിനിടയ്ക്ക് എത്തിച്ചപ്പോൾ ദൈവം ആ വിഷയം ഏറ്റെടുത്തു. നമ്മൾ ആവശ്യത്തെ കാര്യങ്ങൾ ഏർപ്പെടുന്നത്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വരുന്ന, നമുക്ക് പറയാനൊരു നേതാവുണ്ട്, ഒരു രാജാവുണ്ട്, ഒരു സർവാധിപതിയുണ്ട്, യഹോവയായ ദൈവമുണ്ട്, യൂണിവേഴ്സിന്റെ മൊത്തം ഉടമയാകും. അവനെ നമ്മൾ നായകനും രക്ഷകനും നമ്മുടെ നാഥനും ഗുരുവുമായിട്ട് നമ്മുടെ ലീഡറുമായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യം തുറന്നു പറയാം. എന്ത് വേദനയായാലും എന്ത് ഭാരമായാലും നീതിയോട് ന്യായത്തോടും കൂടി നമ്മൾ നിൽക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അവനു മറുപടി വരും. ഞാൻ അമ്മൂരിയെ പറഞ്ഞല്ലോ, നമ്മുടെ തലയിൽ ഒരു രോഗത്തെ അറിയാവുന്ന ദൈവം, അതിന്റെ കേടുപാടുകൾ അറിയുന്ന ദൈവം. അത് പൊഴിഞ്ഞു വീണാൽ അതിന് പരിഹാരം ചെയ്യാത്ത കഴിവ് ദൈവത്തിന് കഴിവുണ്ട്. അപ്പൊ ഈ ദൈവത്തിന്റെ മുൻപാകെ മോശയെ വിവരം വെച്ചപ്പോൾ മോശ പെട്ടെന്ന് സാക്ഷാൽ യഹോവയായ ദൈവം തന്നെ നടപടിയെടുക്കുകയാണ്. യഹോവ പറയുകയാണ്, യഹോവ മോശയോടും അഹരോനോടും ഈ സഭയുടെ മധ്യത്തിൽ നിന്ന് മാറിപ്പോകുകയും സംഗ്രഹിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പോൾ അവർ കവിണ്ണു വീണു. സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ? ഇതാണ് മോശ പറയണമെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. മോശ ദൈവം പറയാണ്, നിങ്ങളെല്ലാവരും ഈ കോരഗദാന അബീരാമിന്റെ അടുക്കിൽ നിന്നും ഇവരുടെ കൂടാരത്തിന്റെ അടുക്കിൽ നിന്നും, കാരണം അവരുടെ കൂടാരം ആ കോളനി പോലെയുള്ള ഏരിയയിൽ അവിടെയാണ് ഈ ഇപ്പൊ മോശയെ അഹരോനും ദൈവമൊക്കെ നിൽക്കുന്നത്. ദൈവം പറയാണ്, നിങ്ങൾ ഈ ഏരിയയിൽ നിന്ന് മാറിപ്പോവും, ഞാൻ ഇവരെ എല്ലാം സംഹരിക്കാൻ പോവുകയാണ്. അവിടെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മോശ പറയുകയാണ് അവര്. അപ്പോൾ അവരെന്ത് ചെയ്തു? ദൈവസ്ഥിതിയിൽ കവിണ് വീണു.
നമ്മളൊക്കെ ആണെങ്കിൽ കണ്ടോ, കഴിവ് നോക്കിക്കും. അവനും കാണത്തില്ല, അവന്റെ പെണ്ണുമുളയും കാണത്തില്ല, അവന്റെ മക്കളും കാണത്തില്ല, അവന്റെ വീട്ടിൽ വിരുന്ന് ഇരുന്നവരും കാണത്തില്ല, എല്ലാം ഇത് തീ പിടിക്കും. കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് കോളറൊക്കെ വലിച്ചെറിഞ്ഞ് വലിയ ജാളയോടെ അങ്ങോട്ട് നടക്കും. പക്ഷേ ദൈവാത്മാവുള്ളവൻ അങ്ങനെ ചെയ്യുകയില്ല. ദൈവപുരുഷനാകുന്ന മോശയ്ക്ക് അത് ചെയ്യാൻ പറ്റുകയില്ല. ഒരപ്പനാണ് മോശ, ഒരമ്മയാണ് മോശ. മോശക്കൊരു അമ്മയുടെ ഹൃദയമാണ്, മോശക്കൊരു അപ്പന്റെ ഹൃദയമാണ്. ഒരു മകൻ എന്ത് തെറ്റ് ചെയ്താലും അപ്പോൾ ഒരല്പം പ്രയാസം നേരിട്ട് എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞാലും ഒരു യഥാർത്ഥ അപ്പൻ ആ മകനോട് കരുണ കാണിക്കും. നമ്മുടെ മക്കളെ നമ്മൾ തലകീഴെടുത്ത് അടിച്ചെന്നിരിക്കും. പക്ഷെ അന്യൊരുവൻ തെള്ളിയെന്നറിഞ്ഞാൽ സഹിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പക്ഷേ എത്രയും കിട്ടുന്ന വടി കൊണ്ടോ കിട്ടുന്ന കമ്പ് കൊണ്ടോ ബെൽറ്റ് കൊണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കും. പക്ഷെ അന്യൊരുവൻ നമ്മുടെ കുഞ്ഞിനെ ചെള്ളക്കൊന്ന് അടിച്ചു, ഒന്ന് തെള്ളിയെന്ന് പറഞ്ഞാൽ കൊല്ലുന്ന വേദനയാണ് നമുക്കുണ്ടാവുന്നത്. നമ്മൾ സഹിക്കത്തില്ല. അതാണ് ഒരു അപ്പന്റെ ഹൃദയം, അതാണ് ഒരു അമ്മയുടെ ഹൃദയം. ഇവിടെ നോക്കണമേ, അപ്പന്റെ അമ്മയുടെ അധികമായിട്ടുള്ളൊരു ഹൃദയമാണ് മോശയുടെ ഹൃദയം. മോശ ഈ വാക്ക് കേട്ടപ്പോൾ യഹോവയായ ദൈവം അവരെ സംഹരിക്കും എന്ന് പറഞ്ഞപ്പോൾ, അവർ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മോശ സന്തോഷിച്ചില്ല. എന്നാൽ പിന്നെ ദൈവമേ അങ്ങനെയായിട്ടൊന്നും പറഞ്ഞില്ല. വേറൊരു ഭാഗത്ത് ദൈവം ഇങ്ങനെ മോശ ഇങ്ങനെ വെറുപെടുത്തു, ജനം ഇങ്ങനെ വെറുപെടുത്തു. ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ നിലനിർത്തും, നിന്നെ ഞാൻ മാനിക്കും, ഞാൻ ഈ ജനത്തെ എല്ലാം കൊന്നുകളയും, ജനത്തെ ഞാൻ കൊന്നുകളയും, ഇവനെ ഞാൻ ഭക്തദേശം എത്തിക്കത്തില്ല, നിന്നെ ഒരുവനെ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞപ്പോൾ മോശം കാല് പിടിച്ച് പറയുകയാണ്, അല്ലെ യഹോവ അങ്ങനെ ചെയ്യരുതേ, ആ മിസ്രയീമ്യർ എന്തു പറയും, ഈ ജനത്തെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോയി മരുഭൂമി കൊന്നുകളയാണോ വിളിച്ചുകൊണ്ട് പോയത് എന്ത് പറയും, ഒരു കാര്യം ചെയ്യാൻ എന്നെ അങ്ങ് കൊന്നു. മോശ പറയുകയാണ്, ആ ജനം തെറ്റ് ചെയ്തു, ആ തെറ്റിന്റെ കാരണമായിട്ട് യഹോവയായ ദൈവമേ ആ ജനത്തെ നീ ഒന്നും ചെയ്യല്ലേ, അവർക്ക് വേണ്ടി നീ എന്നെ അങ്ങ് കൊല്ല എന്ന് പറയുന്ന ഒരു മോശ. ദൈവാത്മാവിന്റെ ഒരു ബന്ധമാണത്, ദൈവാത്മാവിന്റെ ഒരു അടയാളമാണത്. ഈ അനുഭവം നമ്മളിലുണ്ടോ? നമ്മളെ കൊല്ലാൻ വരുന്നവരോടും, നമ്മളോട് ദോഷം ചെയ്യുന്നവരോടും, നമ്മളോട് ചതിവ് ചെയ്യുന്നവരോടും, നമ്മളോട് ക്രൂരത കാണിക്കുന്നവരോടും, നമ്മളോട് എന്തെല്ലാം മ്ലേച്ഛത കാണിക്കുന്നവരോടും, നമ്മളെ ഏത് വിധത്തിൽ ഇല്ലായ്മ ചെയ്യാൻ വരുന്നവരോടും ഇതേപോലെ സംസാരിക്കാൻ നമ്മൾക്ക് സാധിച്ചില്ല എങ്കിൽ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, നമ്മളിൽ വ്യാപരിക്കുന്നത് യഹോവയായ ദൈവത്തിന്റെ ആത്മാവാണോ എന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം. വീഴ്ചയുണ്ടാകുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീര് വരുത്തിക്കൊണ്ടാകുന്നില്ല, നീണ്ട 2 മാർ നീളമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടും ആകുന്നില്ല. ജീവിതത്തിൽ നമ്മളത് ആത്മാവിന്റെ പ്രകടമാക്കണം അനുഭവങ്ങളെ. പ്രാർത്ഥിക്കാൻ എളുപ്പമോ? പ്രാർത്ഥിക്കുന്ന ചിലർക്ക് അങ്ങ് കണ്ണീരും വരും, ഒരു കാര്യമില്ല. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സ്വഭാവമാണ് വിഷയം. നോക്കണമേ, മോശ ജനത്തെ കൂടി ഇടിവിൽ നിൽക്കുകയാണ്. ഇവിടെ മോശ പറയുകയാണ്, അപ്പോൾ അവൻ കടു വീണു, സകല ജനത്തിന്റെയും ആത്മാക്കൾക്കുടയനാകുന്ന ദൈവമേ, ഒരു മനുഷ്യന്റെ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. അതിന് യഹോവ മോശയോട്, കോരകെ, ദാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിൽ നിന്ന് മാറിപ്പോകുവീൻ എന്ന് സഭയോട് പറയാമെന്ന് കൽപ്പിച്ചു. ദൈവം തീരുമാനമെടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമേ, പ്രിയപ്പെട്ടവരെ, ദൈവദാസൻ ആരുമായിക്കൊള്ളട്ടെ, അവനൊരു യോഗ്യത കാണുകയില്ല, അവന് ശ്രേഷ്ഠത പറയുവാൻ കാണുകയില്ല. അവനെതിരെ നീ ശബ്ദിക്കരുത്, അവനെതിരെ സംസാരിക്കരുത്, അവനെതിരെ നീ ദോഷം ചിന്തിക്കരുത്, അവനെ വകവരുത്താൻ നോക്കരുത്, അവനെ താഴെയാക്കാൻ നോക്കരുത്, അവനെ കുറിച്ച് അപവാദം പറയരുത്, അവനെ കുറിച്ച് അവകാശം പറയരുത്, അവനെ നിന്ദിക്കരുത്. ജനത്തിന് മുൻപാകെ, ജാതികളുടെ മുൻപാകെ അവനെ നിന്നാ വിഷയമാക്കരുത്. തമ്പുരാൻ വടിയെടുക്കും, തമ്പുരാൻ വടിയെടുക്കും. നീതിമാനായ ദൈവമാണ്. പക്ഷെങ്കിൽ ദൈവത്തിന് തന്റെ മക്കൾ, തന്റെ ദാസന്മാർ തന്റെ കണ്ണിന്റെ ഇഷ്ടമണി പോലെയാ. ഇവിടെ നോക്കണമേ, തമ്പുരാൻ വടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുക. മോശ അഹരോനും കവിള വീട് നെടുമ്പാട് വീട് കിടന്ന് പറയുകയാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ ദൈവം ഒരു അല്പം കൺസെഷൻ കാണിച്ചു. എന്താ ചെയ്തു? ബാക്കിയുള്ളവരോടെല്ലാം ആ കൂടാരത്തിന്റെ അവരെ വീട്ടുകാരല്ലാത്തവരെല്ലാം അവിടെ നിന്ന് ഒഴിഞ്ഞു പറയാൻ പറഞ്ഞു. ദൈവം അത്ര ഒരു കൺസെഷൻ കാണിച്ചു. അപ്പൊ നമുക്കിങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം, ചില വിഷയങ്ങളിൽ നമ്മൾ ദൈവത്തോട് ഇടവിൽ നിന്നാൽ ദൈവം അല്പസ്വല്പം കൺസെഷൻ കാണിച്ചു തന്നിരിക്കും, അല്പസ്വല്പം കൺസെഷൻ കാണിച്ചു തന്നിരിക്കും. ഇവിടെ നോക്കണമേ, അതിനെ യഹോവ മോശയോട്, അഹരോൻ മോശയോട്, കോരക്, ദാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന് ചുറ്റും നിന്നും മാറിക്കൊള്ളുവീൻ എന്ന് സഭയോട് പറയുക എന്ന് കൽപ്പിച്ചു. മോശ എഴുന്നേറ്റു, ദാന്റെയും അബീരാമിന്റെയും അടുക്കൽ ചെന്നു.
ഇസ്രായേൽ മൂപ്പന്മാരും അവന്റെ പിന്നാലെ. മോശ ആരുടെ അടുക്കലാ ചെന്നത്? അവനെതിരെ നിൽക്കുന്നവരുടെ അടുക്കല. മോശയ്ക്ക് അവിടെ മോഹം കറുപ്പിച്ച് കാണിക്കുക ഒന്നുമില്ല. ഇത് തമ്പുരാൻ എടുത്ത വഴിയാ, തമ്പുരാൻ എടുക്കുന്ന വഴിയാ. മോശ അവിടെ ശത്രുതയൊന്നും കാണിച്ച് വേറെ ആളെ പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യ, എനിക്ക് വയ്യ, അവനെ കൊണ്ട് പോകണം, അവനവനെ പോടാം. യോശുവ നീ ഒന്ന് പോകും, എനിക്ക് വയ്യ, എനിക്കൊരു മുഖത്ത് കാണാൻ ഇഷ്ടമല്ല. ഇങ്ങനെ മനുഷ്യനാണ് നമ്മളും ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഈ വചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധന്മാർ നമുക്ക് മാനസാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കണം, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. സാക്ഷാൽ മോശ ഇവിടെ ദാന്റെ അബീരാവിന്റെ ദാന്റെ അബീരാവിന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്. അവൻ സഭയോടെല്ലാമായിട്ട് പറയുകയാണ്. 26 മുതൽ വാക്യങ്ങൾ, സംഖ്യാപുസ്തകം 16-26 വാക്യങ്ങൾ പറയാണ്. ഈ ദുഷ്ടമനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്നും മാറിപ്പോകുകയും അവർക്കുള്ള യാതൊന്നിനെയും തുടരുത് എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കോപവും ദൈവശിക്ഷയും വാങ്ങാൻ തക്കവണ്ണം അതിന്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി, വഴിതെറ്റി ജീവിക്കുന്നവർ, ദൈവസഭയ്ക്ക് ദോഷമായിട്ട്, ദൈവമക്കൾക്ക് ദോഷമായിട്ട്, ദൈവജനത്തിന് ദോഷമായിട്ട്, ദൈവപ്രവൃത്തിക്ക് ദോഷമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ ദൈവമക്കളായിരിക്കും നമ്മൾ അവരെ ഒഴിഞ്ഞിരിക്കണം. ഞാൻ എപ്പോഴും പലരോടും പറയാറുണ്ട്, അവരോടത്ത് സ്കൂട്ടറിൽ പോകരുത്, അവരോടത്ത് വാഹനത്തിൽ പോകരുത്. കാരണം അവർ ദൈവത്താന്റെ കോപത്തെ പിടിച്ചു പറ്റി നിൽക്കുന്നവരാ. ഏത് നിമിഷത്തിലും അവർ തകർന്ന് തരിപ്പണമാകാൻ സാധ്യതയുണ്ട്. നമ്മളും അവരുടെ കൂടെ ചെന്നിട്ട് തകർന്നു പോകരുത്, നമ്മളുടെ കൂടെ അകപ്പെട്ടു പോകരുത്. നമ്മള് വിശ്വാസിക്ക് അവിശ്വാസികളോട് അതിന് വിട്ട് ബന്ധം ഉണ്ടാകരുത്. നമ്മൾ അവരോട് ഇണയില്ലപ്പെടാ അതിന് വിട്ട് കൂടരുത്. നമുക്കൊരു വേർതിരിവുണ്ടാകണം, നമുക്കൊരു ഡിസ്റ്റൻസ് ഉണ്ടാകണം, നമുക്കൊരു ഒരു പ്രത്യേകം ഉണ്ടായിരിക്കണം. നമുക്കൊരു വേർപെട്ട് നിൽക്കണം. ഇവിടെ നോക്കണമേ, ഇവിടെ പറയുകയാണ് മാറിപ്പോകുവീൻ, അവർക്കുള്ള യാതൊന്നിനെയും അങ്ങനെ അവർ കോരകതാൻ അബീരാം എന്ന മാറിപ്പോയി. എന്നാൽ ദാനും അബീരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താങ്കളുടെ കൂടാരവാതിൽക്കൽ നിന്നു. ഇവിടെ നോക്കണമേ, ഈ കക്ഷികൾ, ഈ പ്രതികളെല്ലാം അവരവരുടെ കൂടാരത്തിന്റെ വാതിൽക്കൽ അവരുടെ ഭാര്യ, മക്കള്, എല്ലാവരും ചേർന്ന് നിൽക്കുകയാണ്. കൂടാരത്തിന് വാതിൽക്കൽ, വീട്ടുപടിക്കൽ എല്ലാവരും ചേർന്ന് കുടുംബമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മോശ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല. മോശ അവിടെയും തന്റെ കാര്യം തന്നെ അവിടെ ചെയ്യുകയാണ്, അവിടെയും തന്നെ കൈ ഒഴുകുകയാണ്. ഈ സകല പ്രവൃത്തികൾ ഞാൻ എന്റെ ബുദ്ധിയായിട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിന് ഉത്തരവാദിയും ഇതിന്റെ കാരണഭൂതനും യഹോവയായ ദൈവമാണ്. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്ക് ഭവിക്കുന്നത് പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പറയുകയാണ്. യഹോവ ഒരു അപൂർവ കാര്യം, സ്വാഭാവികമല്ലാത്തത്, യാദൃച്ഛികമായ സാധാരണ രീതിയിൽ ഉണ്ടാകാത്ത ഒരു മരണമാണ് ഇവിടെ സംഭവിക്കേണ്ടത്. അതാണ് മോശയുടെ പ്രത്യേകത. അല്ലെങ്കിൽ ജനം പറയും, എല്ലാവരും ഒരുപോലെ മരിച്ചു, എല്ലാവരും അങ്ങനെയാ മരിക്കും, ജനിച്ചവരെല്ലാം മരിക്കും, എങ്ങനെയായാലും അങ്ങനെയുള്ളൂ. ഇത് ദൈവകോപങ്ങളൊന്നും അല്ല. ഇവിടെ മോശ പറയുകയാണ്, ഒരു അപൂർവ കാര്യം വേണം. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. ഇവിടെ ഭൂമി ഇത് സ്വാഭാവികമല്ല, സമ്മതിക്കാറുള്ള ഒരു കാര്യമല്ല. ഭൂമി വായു പിളർന്ന് ഒരു ഏരിയയിൽ കിടക്കുന്ന ജീവിക്കുന്നവരെ എല്ലാവരെയും കൊല്ലുക, അല്ലെങ്കിൽ എല്ലാവരും പെട്ടെന്ന് താണു പോവുക എന്നുള്ളത് സ്വാഭാവികമല്ല. അപ്പൊ സ്വാഭാവികമല്ലാത്ത അസ്വാഭാവികമാകുന്ന ഒരു മരണമാണ്, അല്ലെങ്കിൽ ഒരു ദൈവപ്രതിവിധിയാണ്, ദൈവപ്രവൃത്തിയാണ് മോശ ആഗ്രഹിച്ചത് ദൈവത്തോട് പറയുന്നു. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. മോശ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വാ തുറന്നു അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. നോക്കണമേ, അങ്ങനെ ഭൂമി വായ് പിളർന്ന് അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ആകാശത്തുനിന്ന് തീ ഇറങ്ങി ഒരു വലിയൊരു കൂട്ടം ദഹിപ്പിച്ചു. തുടർന്ന് വായിച്ചേ. അവരോടുള്ള ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ ഇടയിൽ നിന്നും നശിക്കുകയും അങ്ങനെ വലിയൊരു കൂട്ടം
എല്ലാവരും ഒന്നുചേർന്ന് നശിക്കുകയും ചെയ്തു. അവരുടെ ചുറ്റും ഇരുന്ന ഇസ്രായേലിയർ ഒക്കെയും അവരുടെ നിലവിളി കേട്ടു. ഭൂമി നമ്മെ വിഴുങ്ങിക്കളയരുതേ എന്ന് പറഞ്ഞ് ഓടിപ്പോയി. കടമേ ദൈവകോപവും ദൈവശിക്ഷയും വരുത്തിവെക്കുന്നതിന്റെ പിന്നിലുള്ള പ്രത്യേക അനുഭവം ഓടിപ്പോയി. അപ്പോൾ യഹോവയിങ്കൽ നിന്ന് തീ പുറപ്പെട്ട് ധൂപം കാട്ടിയ 250 പേരെയും ദഹിപ്പിച്ചു. അപ്പോൾ തന്നെ യഹോവയായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് തീ വന്നിട്ട് ധൂപം കാട്ടിയ 250 പേരെയും ദഹിപ്പിച്ചു. സ്തോത്രം. നമ്മള് തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 26-11 വാക്യം വായിച്ചേ. 26-11 സംഖ്യാപുസ്തകം 26-11 26-ാം അധ്യായത്തിന്റെ 11 വാക്യം. അവിടെ നമ്മൾ കാണുന്നുണ്ട് കോരഹന്റെ പുത്രന്മാർ അവരുടെ ഇടയിൽ നിന്നും അവരൊരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹന്റെ പുത്രന്മാർ മരിച്ചില്ല. ഒരു വാക്യം തലയിൽ വായിച്ചേ മേളത്ത്. ഭൂമി വായ് തുറന്ന് അവരെയും കോരഹനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ഭൂമി വായു വന്ന് വിഴുങ്ങിക്കളയും. തീ 250 പേരെ ദഹിപ്പിച്ചു. പക്ഷെങ്കിൽ ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹന്റെ പുത്രന്മാർ മരിച്ചില്ല. മരിച്ചില്ല. നോക്കണമേ, എല്ലാവരും മരിക്കത്തില്ല എല്ലാ കാര്യങ്ങളിലും. ദൈവത്തിന്റെ പാത പിന്തുടർന്ന് ദൈവ വഴിയിലൂടെ നടക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ഒരു മരണം ഉണ്ടാകും. അനർത്ഥം വരുമ്പോൾ ഒഴിഞ്ഞു മാറും. ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം 2 ദിവസം 3 ദിവസം മുമ്പ് ഞാൻ ദൃക്സാക്ഷിയോട് സംസാരിച്ച് കണ്ട വിഷയമാണ്. അറിയാമോ, വയനാട്ടിലാണെങ്കിൽ വലിയ ഉരുൾപൊട്ടി വലിയ ഒരു കൂട്ടം ജനമാണ് അവിടെ മരിച്ചത്. അവിടെ ആ ഏരിയയിൽ തന്നെ ആ സ്ഥലത്ത് തന്നെ താമസിക്കുന്ന സഖായി എന്ന് പറയുന്നതാകുന്ന ഒരു ദൈവദാസൻ ചർച്ചുണ്ട്. സഖായി എന്ന് തോന്നുന്നു, എനിക്ക് ആ പേര് നല്ല ഓർമ്മയില്ല. അപ്പോൾ ആ ദൈവദാസനോട് ഞങ്ങൾ സംസാരിച്ചു. ആ മനുഷ്യൻ പറയുകയാണ്, ഒരു വിശ്വാസി കൂട്ടം പോലും മരിച്ചിട്ടില്ല. എന്നാൽ ആ ഉരുള് പൊട്ടിപ്പോയ ആ സ്ഥാനത്ത് 2 നില വീട് 3 നില വീട് വരെ ഇടിഞ്ഞു താർന്നു പോയി. ഒരു സ്കൂൾ കെട്ടിടം പകലായിരുന്നെങ്കിൽ ഒരു സ്കൂളിലെ കുട്ടികൾ മൊത്തം പോകുമായിരുന്നു. പകലായിരുന്നെങ്കിൽ ആ ഏരിയയില് 1600-1700 പേരധികം മരിച്ചു എന്നാണ് പറയുന്നത്. ആ ദൈവദാസൻ പറയുകയാണ്, ആ ദൈവദാസൻ ഇവിടെ വന്നപ്പോൾ, ഞങ്ങളുടെ ഒരു മീറ്റിംഗിൽ വന്നപ്പോൾ ആ ദൈവദാസൻ പറയുകയാണ്, ദൈവദാസന്റെ ചർച്ചില് ഇപ്പോഴും 8-10 പോലീസുകാർ ഉണ്ട്. എന്തിനാ? പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. അവിടെ പ്രവർത്തനത്തിന് വന്ന സന്നദ്ധ പ്രവർത്തകരും പോലീസുകാരും എല്ലാം ഈ ചർച്ചിലാണ് ഉറങ്ങിയത്. അവിടെയാണ് വിശ്രമിച്ചത്. ആ പാസ്റ്റർ പറയുകയാണ്, ഒരു വിശ്വാസി പോലും അവിടെ മരിച്ചില്ല. ഒരു കുടുംബം പോകേണ്ടതായിരുന്നു. ഒരു സാധുവായ ഒരു കുടുംബമാണ്, നമ്മളൊരു വിശ്വാസിയാണ്. പക്ഷെങ്കിൽ അവരുടെ വീട് വളരെ ബലഹീനമായ വീടായിരുന്നു. പക്ഷെങ്കിൽ അതിന് എങ്ങനെ ആ വീട് ഒഴിഞ്ഞു മാറിപ്പോയെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല പറയുന്നത്. എങ്ങനെ ആ വീട് ഒഴിഞ്ഞു മാറിപ്പോയി എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ വീട് ഒഴിഞ്ഞു മാറിയാണ് പോയത്. എന്നാൽ പ്രതീക്ഷിക്കാത്ത ഏരിയകളിൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഏരിയകളിലെ വാക്കക്കെട്ടിടങ്ങൾ വരെയും തകർന്നു പോയി. നമ്മൾ നല്ലത് പറയുകയല്ല. ദോഷം വേദന എല്ലാവർക്കും ഒരുപോലെയാണ്. ദുഃഖം എല്ലാവർക്കും ഒരുപോലെയാണ്. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. ദുഃഖം മരണം എല്ലാവർക്കും വേദന നടന്നതാണ്. എല്ലാവർക്കും മരണം തന്നെയാണ്. പക്ഷെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമാണ്, സ്തോത്രം, ദൈവത്തിന്റെ മക്കളെ ദൈവം കരുതുന്നത് വലിയ അത്ഭുതമായിട്ടാണ്. നമ്മൾ ഈ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ പിന്നിൽ വലിയ 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 അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതിനെ പറയുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവ എല്ലാത്തിനും യഹോവയെ വിടിവിക്കുന്നു. കോരഹന്റെ ദാനും അബീരാമ പോലും അവരുടെ കൂട്ടത്തിലുള്ള വലിയൊരു സംഖ്യ ജനം മരിച്ചപ്പോൾ കോരഹന്റെ പുത്രന്മാരും ആ കൂട്ടത്തിൽ മരിക്കേണ്ടതാണ്. കാരണം ആ വീട്ടിലെ മക്കളല്ലേ. പക്ഷെ അവരെന്ത് ചെയ്തു? അവൻ ഓടി രക്ഷപ്പെട്ടു. ഒരു ഒഴിഞ്ഞു മാറി. അപ്പനെ കൂട്ടുന്നില്ല, ആർക്കും കൂട്ടു നിൽക്കരുത്. ഭാര്യ ആയിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, മാതാപിതാക്കളായിക്കൊള്ളട്ടെ, സഹോദരങ്ങളായിക്കൊള്ളട്ടെ, ആരായാലും ദൈവനാമത്തിനും ദൈവജനത്തിനും വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു, ഇടപെടുന്നു എന്നറിഞ്ഞാൽ നമ്മൾ അവരോട് കൂട്ടു നിൽക്കരുത്, ഒഴിഞ്ഞ് രക്ഷപ്പെടണം. അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിന്റെ കോപം നിമിത്തം അവർക്ക് വരുന്ന ശിക്ഷയ്ക്ക് നമ്മൾ മാത്രീഭൂതരായിത്തീരും. നമ്മൾ തന്നെ അത് ശിക്ഷയ്ക്ക് അർഹരായിത്തീരും. ഒഴിഞ്ഞ് രക്ഷപ്പെട്ടോ. നമ്മൾ അതിന് അവരെ കീഴിൽ അകപ്പെട്ടു പോകരുത്. ഇവിടെ കോരഹപുത്രന്മാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവർ പിന്നീടുള്ള കാലങ്ങളിൽ
യഹോവയായ ദൈവത്തിന് വലിയ പാട്ടുകൾ പാടുന്നവരായി, ദൈവത്തിന് കീർത്തനങ്ങൾ പാടുന്നവരായി, ആരാധനാലയത്തിലെ ഗായക സംഘത്തിന്റെ മുഖ്യന്മാരായി തീർന്നു. അങ്ങനെയുള്ള ഗോരപുത്രന്മാർ പറയുകയാണ്, എന്താണ് പറഞ്ഞത്? മാൻ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ എന്റെ ആത്മാവ് നിന്നോട് ചെല്ലുവാൻ നോക്കണമേ. മാൻ നീർത്തോളിലേക്ക് വെള്ളം കുടിക്കാനായിട്ടാണ് പോകുന്നത്. ഞാൻ മാൻ നീർത്തോളിലേക്ക് ചുമ്മാ വെയിൽ കൊള്ളാൻ പോകുകയില്ല. മാൻ നീർത്തോളിലേക്ക് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്നതല്ല. നമ്മളൊക്കെ ആണെങ്കിൽ താഴ്വരകളിലും തടാകങ്ങളിലും അരുവികളിലും ആ മലമുകളിലും ഒക്കെ ടൂർ പോകും. എന്തിനാ? ഒരു എൻജോയ്ക്ക് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി, ടൈം പാസിന് വേണ്ടി. നമ്മുടെ ജീവിതം അത്യാവശ്യമാണ്. അപ്പൊ ഈ മാന് നീർത്തോടിലേക്ക് പോകുന്നത് വൈകിട്ട് കുഞ്ഞുങ്ങളെയും അതിന്റെ ഭർത്താവിനും മക്കളും എല്ലാം കൂടെ ചേർന്ന് ഒരു രസത്തിന് പോകുന്നതല്ല. കാരണം അവിടെ സിംഹങ്ങളുണ്ട്, അവിടെ പുലികളുണ്ട്, ചെന്നായ്ക്കളുണ്ട്, മറ്റ് കാട്ടുമൃഗങ്ങളുണ്ട്. ഈ മാന് ഒരു 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 ബലഹീന ജീവിയാണ്. ഇതിന് ഏത് വന്യമൃഗം കണ്ടാലും ഇതിനെ കൊന്നു തിന്നു കളയും. മാനിനെക്കാട്ടും ചെറിയ ചെന്നായ്ക്കൾ വരെ ഇതുങ്ങളെ കൊന്നു തിന്നും. അത് എവിടെ കണ്ടാലും മാനിനെ കൊല്ലും. പക്ഷെ ദാഹം തീർപ്പാനായിട്ട് താഴ്വരയിലേക്ക് ചെന്നേ പറ്റുകയുള്ളൂ. നീർത്തോടുകളിൽ, വലിയ വനാന്തരങ്ങളിൽ, ചുരുങ്ങിയ ഇടങ്ങളിൽ, താണയിടങ്ങളിലാണ് ഈ താഴ്വരകൾ. അവിടെയാണ് നീർത്തോടുകൾ. നീർത്തോടുകളിൽ ചെറിയ ചെറിയ അരുവികളുണ്ട്. ഈ അരുവിക്ക് ചുറ്റിനും ഹിംസ്ര ജന്തുക്കൾ എപ്പോഴും വന്ന് കാവൽ കിടക്കും. എന്തിനാണെന്നറിയുമോ? മാനും മൊയിലും മുതലായിട്ടുള്ളതാവുന്ന ജീവികൾ, സാധു ജീവികൾ വെള്ളം കുടിക്കാനായിട്ട് അവർ വരും. കാരണം വെള്ളം കുടിക്കാൻ അവിടെ വന്നേ പറ്റൂ. ആ വരുന്ന വഴിയിൽ അവിടെ വെച്ച് തന്നെ കൊല്ലുവാനായിട്ടും കൊന്നു തിന്നുവാനായിട്ടും ഈ ഹിംസ്ര ജന്തുക്കളവിടെ കിടക്കും. ഒരു അരുവി ഉണ്ടെങ്കിൽ ആ അരുവിയുടെ ചുറ്റുപാടിലൊക്കെയുള്ള സിംഹത്തിന് വേറെ ഓടിപ്പോണ്ട. കാരണം അതുങ്ങൾക്കറിയാം വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ എല്ലാ കക്ഷികളും വരും. എല്ലാ മാനുകളും മ്ലാവുകളും എല്ലാം ഇവിടെ വെള്ളം കുടിക്കാൻ വരും. അപ്പൊ ഇതുങ്ങൾക്ക് വനത്തിലൊക്കെ ഓടി നടക്കണ്ട, തീർച്ചയായിട്ടും വെള്ളം കുടിക്കാൻ വരും. ഒന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ചാനലിലൊക്കെ കാണുന്നതാണ്. ഈവൻ പുലി പോലും, സിംഹം പോലും, കാട്ടുപോത്ത് പോലും തടാകങ്ങളൊക്കെ ചെന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിനകത്ത് കിടക്കുന്നതാകുന്ന ആ വലിയ തിമിംഗലങ്ങൾ, ആ തിമിംഗലമല്ല അല്ലെങ്കിൽ എന്തേ പറഞ്ഞേ മുതല, അത് ചാടി വീണ് ആ സിംഹത്തെ ആയാലും പുലിയായാലും പോത്തിനെ ആയാലും പെട്ടെന്ന് പിടിച്ച് വലിച്ച് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകും. പമ്മിക്കിടക്കുകയാണ്. അതുങ്ങളുടെ ഇര പിടിക്കുന്നത് അതുങ്ങളുടെ ഫുഡ് അവിടെ ക്രമീകരിച്ചിരിക്കാൻ ദൈവം. അപ്പൊ ഈ ജനങ്ങള് വേറെയൊക്കെ പോകണ്ട. പക്ഷെ മാനിനറിയാം വെള്ളം കുടിക്കാൻ ചെല്ലുന്നിടത്ത് ഈ സിംഹങ്ങളൊക്കെ ഉണ്ട്, ഈ മൃഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനോട്ടോ? ദാഹം തീർത്തന്നെ പറ്റും. ആത്മീയ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു ചിന്തയാണത്. ആത്മീയ ജീവിതത്തില് നമുക്ക് ദാഹം തീർപ്പാനായിട്ട് എന്ത് പ്രതികൂലങ്ങൾ സഹിച്ചാലും, എന്ത് പ്രതിസന്ധികൾ സഹിച്ചാലും, ഒരുപക്ഷെ മരണം സംഭവിച്ചാലും, പീഡനങ്ങൾ നേരിട്ടാലും ആരാധനയിൽ സംബന്ധിക്കുന്നത് നമ്മൾ മടി കാണിക്കരുത്. മഞ്ഞീർത്തോളിലേക്ക് ചെല്ലുന്ന പോലെ ദാഹം തീർപ്പാനായിട്ട് ആത്മീയ ആരാധന നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അത് ഉപേക്ഷയായി കാണരുത്, അത് വില കൽപ്പിച്ച് വില കുറച്ച് കാണരുത്. കാരണം ഒരു മാന് ദാഹം തീർപ്പാൻ താഴ്വരയിലേക്ക് ചെന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ആരാധനാലയത്തിലുണ്ട് ആരാധന കൈയിടിയുണ്ട്, ആ പ്രാർത്ഥനയുണ്ട്, ആ സാക്ഷ്യമുണ്ട്, ഉപദേശമുണ്ട്, ഒരൊറ്റ ശാസനയുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഒരു ദൈവത്തിന്റെ പൈതൽ ഉത്തമയായ ദൈവപൈതലായിത്തീരുന്നത്. ഇതെല്ലാം ആവശ്യമാണ്. അപ്പൊ നമ്മള് മാൻ നീർത്തോളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നതും അതേ അനുഭവത്തിലേക്ക് വേണം നമ്മുടെ ആത്മീയ ആരാധനകൾ. ആരാധനയ്ക്കൊരു സമയമുണ്ട്, ആരാധനയ്ക്കൊരു ഒരു വ്യവസ്ഥിതിയുണ്ട്, ആരാധനയ്ക്ക് ഒരു അനുഭവമുണ്ട്. അത് തല പോയാലും പട്ടണത്തിൽ ഞങ്ങളായിരിക്കുന്ന കാലത്ത് ദീർഘവർഷങ്ങൾ ഞങ്ങളെ ആണ്ടറിയിക്കത് അത് ഡിസംബർ 31 ആണ്ടറി യോഗത്തിൽ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം ഇതായിരുന്നു: ദൈവമേ, ഈ വരുന്ന വർഷം ഒരു ഞായറാഴ്ചത്തെ ആരാധന പോലും മുടക്കാൻ ഇടവരുത്തുകയില്ല. തീരുമാനമെടുക്കുകയാണ്, തിരുവചനം വച്ചുകൊണ്ട് തീരുമാനമെടുക്കുകയാണ്. വരുന്ന വർഷം ഒരാരാധന പോലും ഞങ്ങൾ മുടക്കുകയില്ല. കാരണം ദൈവവചനം വെച്ചുകൊണ്ട് തീരുമാനമെടുത്താണ്. എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതിസന്ധി നേരിട്ടാലും ആരാധന മുടക്കാതെ ആരാധനയ്ക്ക് പോകും. കാരണം ദൈവസഭ എടുത്ത തീരുമാനം ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. നേർന്നത് നിവർത്തിക്കണം. അപ്പൊ ദൈവമയം ഉണ്ടെങ്കിൽ നമ്മൾ ആരാധന മുടക്കുകയില്ല. എന്താണ് ആരാധന? ദൈവമായിട്ട് ബന്ധപ്പെടുത്തിയേ പറ്റുകയുള്ളൂ. ഒരാഴ്ചയിൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയും ജീവിക്കാൻ ആയുഷ്മാരോഗ്യം തന്ന അവസരം തന്ന ദൈവത്തിന് ആഴ്ചയിൽ ഒരു ദിവസം അല്പസമയമെങ്കിലും നമുക്ക് ചെലവഴിക്കാനില്ല എങ്കിൽ പിന്നീട് വരുന്ന ആഴ്ചയിൽ നമുക്ക് എന്താണ് ഗ്യാരണ്ടി? ആര് നമ്മളെ സംരക്ഷിക്കും? ആര് നമ്മൾക്ക് വേണ്ടി ഇടിവ് നിൽക്കും? ദൈവം നമ്മളോട് കൂടെ ഇല്ല എങ്കിൽ നമുക്ക് എന്താണ് നേട്ടം? ആര് നമ്മളെ പ്രാണനെ രക്ഷിക്കും? ദൈവത്തോടേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ഓരോ പുത്രന്മാർ ദൈവത്തോട് ചേരുവാൻ കാംക്ഷിക്കുകയാണ്. അത് എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ദൈവത്തിനായിട്ട്.
ദൈവമേ, എന്റെ ആത്മാവിൽ എഴുതാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായിട്ട്, ജീവനുള്ള ദൈവത്തിനെ തന്നെ. ദൈവങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. കോടിക്കോടി ദൈവങ്ങളുണ്ട്, 1000 കോടി ദൈവങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല. ജീവനുള്ള ദൈവം, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം, കുട്ടികൾ നിറക്കവിടെ അന്വേഷിപ്പം കണ്ട വ്യാജിപ്പെന്ന നിങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ ദൈവം. നമ്മൾ ഏത് വേദനകളും ഏത് കഷ്ടമായിക്കോട്ടെ, അത് തലമുറയെ കുറിച്ചോ നീ ഭാരപ്പെടുന്നുവോ, ദൈവത്തിനിടയ്ക്ക് നീ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രശ്നങ്ങളിൽ ദൈവം പരിഹാരം വഹിക്കും. നിനക്ക് രോഗത്താൽ ഭാരപ്പെടുന്നുവോ, നീ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിനക്ക് ആശ്വാസം ലഭിക്കും. തലമുറയോർത്ത് നീ ഭാരപ്പെടുന്നുവോ, എന്താണ് നിന്റെ പ്രശ്നങ്ങൾ, എവിടെയാണ് നിന്റെ വിഷയങ്ങൾ, നീ ദൈവത്തിന്റെ അടുക്കിലേക്ക് ആ വിഷയമായിട്ട് കടന്നു ചെന്നാൽ പരിഹാരമില്ലാതെ ഇരിക്കുകയില്ല, കേൾക്കാതെ കാണാതെ ഇരിക്കുന്നുള്ളത്. ഇവിടെ പറയുകയാണ് ജീവനുള്ള ദൈവത്തിനായിട്ട്. നമ്മുടെ ദൈവം ആരാണ്? ജീവനുള്ള ദൈവമാണ്. എവിടെയെങ്കിലും കൊണ്ടുവച്ചു, അവിടെ അങ്ങിരുന്ന് കാക്കയും കഴിച്ച് എലിയും മുറിച്ച് പാമ്പും ചുറ്റിപ്പടഞ്ഞ് അങ്ങനെ കിടക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ജീവനുള്ള ദൈവമാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ഈ ജീവനുള്ള ദൈവമല്ല എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിന്റെ ഈ അനുഭവത്തിലേക്ക്, ഈ അഭിവൃദ്ധിയിലേക്ക്, ഈ അനുഗ്രഹങ്ങളിലേക്ക് നാം ഒരു ആയുസ്സും ആരോഗ്യം തന്നത് നിർത്തിയത് ഈ ജീവനുള്ള ദൈവമല്ലേ? 19 വയസ്സുള്ളപ്പോൾ ക്ഷയരോഗിയായിട്ട് മരണത്തോട് മല്ലടിച്ചിരുന്ന പിതാവ് ഇന്ന് 90 വയസ്സ് കഴിഞ്ഞിട്ടും ആരോഗ്യത്തോടെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവനുള്ള ദൈവത്തെ അറിഞ്ഞുകൊണ്ടാണ്. ജീവനുള്ള ദൈവത്തെ അറിഞ്ഞുകൊണ്ടാ. പല ദൈവത്തെ അന്വേഷിച്ചു, പലയിടങ്ങളിലും പോയി, പല ദേശങ്ങൾ കഴിച്ചു, പലയിടങ്ങളിൽ യാത്ര ചെയ്തു. പക്ഷെ ആ ദൈവങ്ങളൊന്നും രക്ഷിച്ചില്ല. പക്ഷെങ്കിൽ ജീവനുള്ള ദൈവത്തെ, ഈ യൂണിവേഴ്സിന്റെ നാഥനാകുന്ന യഹോവയായ ദൈവത്തെ അറിഞ്ഞ ദിവസമായിട്ട് വർഷം 50, 55, 60ഓളമായി ക്ഷയരോഗം വിട്ടുമാറി. ഇന്ന് 10 വർഷം കൊണ്ട് ജീവിക്കാൻ അവസരം ലഭിച്ചു. 30, 35 വയസ്സുള്ളപ്പോൾ മരണത്തോട് മല്ലടിച്ച് കിടന്നെങ്കിൽ, നല്ല ആരോഗ്യമായ യൗവന സമയത്ത് മരണത്തോട് മല്ലടിച്ച് കിടന്നെങ്കിൽ ഇന്ന് അതിന്റെ കാട്ടിൽ 10 മടങ്ങ് ആരോഗ്യത്തോടു കൂടി ഈ 90 വയസ്സ് കഴിഞ്ഞപ്പോഴും ആയിരിക്കുന്നതിന് കാരണമെന്ത്? ജീവനുള്ള ദൈവത്തെ അറിഞ്ഞുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം ചെയ്യാമോ? സ്തുതിക്കാമോ? ബന്ധപ്പെടുത്താമോ? ഈ ദൈവമാണ് നമ്മുടെ ദൈവം, ജീവനുള്ള ദൈവം. അതൊരു വലിയ വിഷയമാണ്, അത് വലിയ പ്രസംഗ വിഷയമാണ്. പക്ഷെ എങ്കിൽ എന്റെ വിഷയം അതല്ലാത്തത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നോക്കണമേ, ജീവനുള്ള ദൈവത്തിനായിട്ട് തന്നെ ദാഹിക്കുന്നു അവൻ. ഞാൻ എപ്പോൾ ദൈവസന്നിധിന് വേണ്ടി, അപ്പോൾ ദൈവത്തിന്റെ പൈതന്റെ ആഗ്രഹം ദൈവസന്നിധിയിൽ ചെല്ലുക എന്നാണ്. 2 കാര്യം അതിലുണ്ട്. ഒന്ന്, ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു ആർത്തി. ഞങ്ങളുടെ ഈ പട്ടണത്തിൽ ജീവിക്കുമ്പോൾ കിങ്സോ ക്യാമ്പിലുള്ളതാകുന്ന ഫെയ്ത്ത് ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറഞ്ഞ ചർച്ച്, അവിടെ ചേർന്ന് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്. അവിടെ നിന്നും ഞാൻ താമസിക്കുന്നത് പട്ടേൽനാറിലാണ്. കരുണമാർ പട്ടേൽനാറിലാണ്. ചില ദിവസങ്ങളിൽ 3-4 ബസ് മാറിയാണ് ആരാധനയ്ക്ക് ചെല്ലുന്നത്. 10-20 കിലോമീറ്റർ ദൂരമുണ്ട്. ദൂരമൊന്നും ഒരു വിഷയമല്ല. ചിലപ്പോൾ വണ്ടിക്കുരുതനെ കഷ്ടിച്ചേ കാണുകയുള്ളൂ. പക്ഷെങ്കിൽ ആരാധന എന്ന് പറഞ്ഞാൽ ഒരു ആവേശമാണ്. ഒരു ആരാധന കഴിഞ്ഞ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈകിട്ട് വെയിലാറുമ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്, പട്ടേൽനാറിൽ പോകുന്നത്. പട്ടേൽനാറിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് ആ ഇടക്കൂട്ടത്തിന് വരാൻ ഒരുപക്ഷെ സാധിച്ചിരിക്കുന്ന ജോലിയാണോന്നൊക്കെ തിരക്കാണ്. ഏറ്റവും വലിയ ആഗ്രഹം അടുത്ത ഞായറാഴ്ചയാണ്. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ സഹോദരങ്ങൾ, ദേവദാസന്മാര്, ഭാഷ ഉൾപ്പെടെയുള്ളവർ കൂടെ പറയും, ഈ ഒരാഴ്ച പോയത് അറിഞ്ഞില്ല. ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഞായറാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ആർത്തിയാണ്. അപ്പൊ നമ്മൾ ചിന്ത ചെയ്തേ ഉള്ളൂ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ആഴ്ച മുക്കാലും പോയി. ബുധനാഴ്ച വരെ ചെറുതിന് കരങ്ങിയാ പോകുന്നത്. ബുധനാഴ്ച കഴിഞ്ഞ പിന്നെ സന്തോഷമാണ്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി ഈ ആഴ്ച തീർന്നു. ഞായറാഴ്ച പള്ളിക്ക് പോകണം. ബുധനാഴ്ച വരെ ഒരല്പം പഴയ ലോറി പോകുന്ന പോലെ ചെറിയൊരു പിടുത്തം. ബുധനാഴ്ച കഴിഞ്ഞ പിന്നെ പ്രത്യാശയാണ്. വ്യാഴം, വെള്ളി, ശനി. ഇന്ന് വ്യാഴമാണ്, നാളെ വെള്ളി, പിന്നെ നാളെ ശനി, പിന്നെ ആരാധനയ്ക്ക് പോകാം. സന്തോഷമാണ്. ആരാധനയ്ക്ക് വേണ്ടിയുള്ള ദാനം ഭയങ്കര സന്തോഷമായിരുന്നു. ആരാധന കൂട്ടായ്മയൊന്നും ഇന്ന് കേരളത്തിലേക്ക് വന്ന് ഇത്രയും നാൾ അനുഭവിച്ചിട്ടില്ല. എത്ര സന്തോഷമായിരുന്നു, എത്ര 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 പന്നത്തിനകത്ത് സന്തോഷമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും, അവരുടെ വിശ്വാസ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഐക്യതയാണ്, സ്നേഹമാണ്. അവിടെ യാതൊരു വിധമാകുന്ന ഹിമതങ്ങളില്ല. എല്ലാവരും ഒരുപോലെ. ബാങ്ക് മാനേജർമാരുണ്ട്, മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരുണ്ട്, പല പല ഉദ്യോഗസ്ഥന്മാരുണ്ട്. രവിപ്പെട്ടതല്ലേ, പക്ഷെ അവർ ഞങ്ങളെല്ലാവരും ഏകോദര സഹോദരനെ പോലെ ഞങ്ങൾ ചേർന്ന സ്നേഹത്തിൽ വളരെ സഹവർത്തം നടന്നതാകുന്നത് യുവദാസൻ പാസ്റ്റർ എം. ശബരിമല പാസ്റ്റർ.
വളരെ ഞാൻ ആ മനുഷ്യനെ ബഹുമാനിക്കുന്നു, ഞാൻ വളരെ ആദരിക്കുന്നു. ഞാൻ പറയാറുണ്ട്, എൻ്റെ മോൻ്റെ കല്യാണത്തിൽ പോലും ഞാൻ പറഞ്ഞതാണ്, മാതൃകയാക്കേണ്ട ഒരു പുരുഷനാണ്. ഞാൻ അന്നത്തെ കാലത്തെ അനുഭവത്തിലാണ് ഈ പറയുന്നത്. എൻ്റെ അനുഭവം അതുപോലെയായിരുന്നു. അപ്പം നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരു ദാഹമുണ്ടാകും. ഇവിടെ ഞാൻ എപ്പോൾ ദൈവത്തിന് ചെല്ലുവാൻ ഇടയാകും എന്ന് ചോദിക്കുകയാണ്, ഹൃദയത്തിൽ ചിന്തിക്കുകയാണ്, എപ്പോഴാണ് ദൈവത്തിന് ചെല്ലുന്നത്? അതൊരു കാര്യം. ആരാധനയിലേക്ക് നമുക്ക് ആരാധന മുടക്കരുത്. ആരാധനയിലേക്ക് പോകാൻ ഒരു ആർത്തി ഉണ്ടാകണം, ഒരു ആവേശം ഉണ്ടാകണം, ഒരു അത്യാർത്തി ഉണ്ടാകണം ആരാധനയ്ക്ക് വേണ്ടി പോകുവാൻ. ഒരു ഭാഗം അത്. രണ്ടാമത്, ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ചിന്ത ഉണ്ടാകണം, ഞാനെപ്പോൾ ദൈവത്തോട് ചേർക്കപ്പെടും. എപ്പോഴാണ് ഞാൻ ദൈവത്തോട് ചേർക്കപ്പെടുന്നത്? പ്രതീക്ഷ വേണമെന്ന്. എന്റെ ദൈവമേ, അതെന്താണ്? മരണമാണ്. മരണത്തിലൂടെ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എപ്പോൾ ചെല്ലുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വേണം. ഈ ഭൂമി ജീവിക്കുന്നവർക്ക് ലോകവും മക്കളെ പഠിപ്പിക്കണം, ധനം സമ്പാദിക്കണം, ബംഗ്ലാവ് പണിയണം, വലിയ വലിയ ആഗ്രഹങ്ങൾ ജഡീകമായും മാനുഷികമായിട്ടും ഉള്ളവർക്കത് ആ ആഗ്രഹത്തിലേക്ക് പോകത്തില്ല, ആ ചിന്തയിലേക്ക് പോകാൻ സാധിക്കുകയില്ല. കാരണം അവർക്ക് ഇവിടുത്തെ ഒത്തിരി കാര്യങ്ങൾ കിടക്കുകയാണ്, അവർക്ക് ഇവിടുത്തെ ഒത്തിരി ചിന്തകൾ കിടക്കുകയാണ്. പക്ഷെങ്കിൽ ഒരു യഥാർത്ഥ ദൈവത്തിന്റെ പേര് പൗലോസ് ആഗ്രഹിക്കണം, ദൈവത്തിന്റെ അടുക്കലെത്താം. പ്രതീക്ഷ അതായിരിക്കണം, പ്രത്യാശ അതായിരിക്കണം. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധി ചെല്ലാൻ പറ്റുന്നത്? പക്ഷെ വേറെ കാര്യമുണ്ട്. ഇവിടുത്തെ കുഴഞ്ഞ പാവങ്ങളും ചെയ്ത് ലോകത്തിന്റെയും ജഡത്തിന്റെയും സുഖത്തിനും മോഹത്തിനും എല്ലാം വരഞ്ഞ് തിരിഞ്ഞ് ആകെപ്പാടെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്നവർക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ കൊടുക്കാനുള്ള ഏർപ്പാടുകൾ, ഇടപാടുകൾ, എല്ലാവിധമായ പിഴച്ച ലോകത്തിന്റെ ഭാവങ്ങൾ, കണ്ണുകൊണ്ടുള്ള പാപം, ഹൃദയം കൊണ്ടുള്ള പാപം, ജീവിതം കൊണ്ടുള്ള പാപം, ഏർപ്പാടുള്ള പാപം, കൊടുക്കാനുള്ള പാപം, അങ്ങനെ സകല വിധത്തിലും പാപങ്ങൾ നടക്കുന്നവര് മരണത്തെ ഭയക്കും. അവൻ ഈ ലോകത്തിൽ പിശാചുവാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. അവർ ജഡം ഈ ലോകവുമായിട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുക. അവരിത് വിട്ടുവാൻ ഭയമാണ്. പക്ഷേ ഒരു തികഞ്ഞ ആത്മീയത ഇതൊന്നും ഒരു വിഷയമല്ല. അവരേറ്റവും ആഗ്രഹം, എന്റെ ദൈവമേ, ഇന്നെന്റെ പ്രാണൻ നിന്റെ അടുക്കിലേക്ക് വന്നാൽ ആ സ്വർണ്ണത്തൊരു വീതി സ്വത്താൽ തുല്യം തങ്ക നിർമ്മിതാം പട്ടണമതിന്റെ ഭംഗി വന്യമല്ലോ. ഇവിടെ നമ്മൾ ജീവിക്കുന്നുള്ളത് പെന്തക്കോസ്തിന്റെ യഥാർത്ഥമാകുന്ന ഒരു വിശ്വാസത്തിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും ലോകവും ജഡവും ഒക്കെ വെറുത്തു കഴിഞ്ഞാൽ സ്വർണം കണ്ടുകൂടാ, സ്വർണം ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഉപയോഗിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർമാർ വെളുക്ക് പറയും, സഭയിൽ തിരുവത്താഴം തരികയില്ല. അങ്ങനെ 100 പ്രശ്നങ്ങളാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നുണ്ട്, ഇതെല്ലാം ഊരിക്കളഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ വലിയ തിളക്കമുള്ള കസവുള്ള സാരി ഉടുക്കത്തില്ല. ഞാനാണെങ്കിൽ പൗഡർ പോലും വിട്ടിട്ട് എത്രയോ കാലങ്ങളായി, ഇൻ ചെയ്തിട്ട് എത്രയോ വർഷമായി. ഇതെല്ലാം നമ്മൾ വെറുത്ത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. എന്നാൽ നിത്യതയിലെത്തുന്നുള്ള കിടക്കുന്നത് സ്വർണ്ണക്കട്ടിലാണ്, നടക്കുന്നത് സ്വർണ്ണ വഴിയിലൂടെ. അവിടെ ചെരുപ്പ് വേണ്ട, അവിടുത്തെ പാരഗണിന്റെയോ ഒരു കമ്പനിയുടെയും ചെരുപ്പ് വേണ്ടത്. സ്വർണ്ണത്തിൽ ചവിട്ടിയാ നടക്കുന്നത്, തെന്നി വീഴത്തില്ല. തെന്നുന്നത് സ്വർണ്ണമല്ല, ഇവിടാണ് തെന്നി വീഴ്ച. ഇവിടെ സ്വർണ്ണത്തിന് പുറകെ നടന്ന് ഓരോന്നോരോന്ന് തെന്നി വീഴുക, എന്തും വീഴ്ചയാ. സ്വർണത്തിന്റെ പുറകെ, സ്വർണത്തെ നോക്കി, സ്വർണത്തിന്റെ മാലകമല്, സ്വർണത്തിന്റെ നോക്കി എന്നും വീഴ്ച. ഉപദേശിയും വീഴുക, ഉപദേശിയുടെ മക്കളും വീഴുക, വിശ്വാസിയും വീഴുക. അവരൊരിക്കലും എഴുന്നേക്കാത്ത രീതിയിൽ വിശ്വാസിനായി പിടിക്കപ്പെട്ടവർ വീഴുകയാണ്. സ്വർഗത്തിൽ ചെന്നാലുണ്ടല്ലോ, വീതിയൊക്കെ അവിടെ കല്ലില്ല, മുള്ളില്ല, പട്ടിക്കാഷ്ടമില്ല, പൂച്ചക്കാഷ്ടമില്ല, ഒന്നുമില്ല. അവിടെ ഇങ്ങനെ മനോഹരമാ. അവിടേക്ക് പോകാന്നൊക്കെ ഉള്ളു നമുക്ക് ആഗ്രഹമില്ലേ? പ്രത്യാശയുള്ള ജീവിതം നയിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് പ്രാണനെന്ന് പോയി നിത്യതയിലെത്തിയാൽ മതി. അവിടുത്തെ വീതി സ്വച്ഛപ്പള്ളിക തുല്യം തങ്ക നിർമ്മിത പട്ടണം, അതിന്റെ ഭംഗി വന്യമല്ലോ. ആ പട്ടണത്തിന്റെ ഭംഗിയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നെ സുമതി ചേച്ചി ഇവിടെ ചുറ്റിപ്പറ്റി നടക്കാൻ തോന്നുമോ? യോ ദൈവമേ, ചെന്നാ മതി. ദൈവമേ, കഴിഞ്ഞ ദിവസം എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ, ഈ ലോകത്തിലെ പാസ്റ്റർമാർക്കൊക്കെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അമേരിക്കയിൽ പോകുക. എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അമേരിക്കയിലൊക്കെ ഒന്ന് പോകുന്നത് പറഞ്ഞാൽ അതൊരു വലിയൊരു അവർക്കൊരു കാര്യമാണ്. എനിക്കത് തോന്നിയിട്ടില്ല. എനിക്കതിങ്ങനെ തെരുവിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റിയാൽ 1000 അമേരിക്കയിൽ പോകുന്നതിനെക്കാട്ടും സന്തോഷം തോന്നുന്നു. ഒരു കൺവെൻഷനെ പ്രസംഗിക്കാൻ പറ്റിയാൽ, ഇതുപോലെ നിന്നോ എൻ്റെ യേശുവിനെ ഉയർത്താൻ പറ്റിയാൽ ഒരു അമേരിക്കയ്ക്ക് പോകുന്നതിനെക്കാട്ടും കൂടുതൽ സന്തോഷമാണ്. തേജസ്സിൽ ആ അനുഭവത്തിൽ തന്നെ ഷെയർ ചെയ്യുമ്പോൾ അമേരിക്ക പോകാൻ എന്നോട് പറഞ്ഞു ചോദിക്കാറുണ്ട്, പക്ഷേ എന്തായി പിന്നാണെങ്കിൽ മക്കളൊക്കെ മോനൊക്കെ പോയിട്ട് ഇത്രയും വർഷമായില്ലേ ഫ്രാൻസില്, ലോകത്തിന്റെ പ്രതീക്ഷയല്ല പാരീസ്, പാസ്റ്റർക്ക് എന്താ ഒന്നും പോകാത്തേ?
കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ യാത്ര അയക്കുന്ന എൻ്റെ സ്നേഹിതൻ പിന്നെ പൂങ്കാവിലുള്ള മനുഷ്യരുള്ളതാകുന്ന പുള്ളിയുള്ള 60 പ്രാവശ്യം ഇസ്രായേലിൽ പോയത്. ഞാൻ പറഞ്ഞു, സ്നേഹിത, നിങ്ങൾ എൻ്റെ സ്നേഹിതനല്ലേ, നിങ്ങൾ 60 പ്രാവശ്യം ഇസ്രായേലിൽ പോയി വന്നല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്തോ, ഈ സാധുവായ ഞാൻ ഇസ്രായേലിലെ യേശുവിനെ കുറിച്ചും എന്നെ അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്നാണല്ലോ. പൂങ്കാവിൽ എന്നെ എല്ലാവരും അറിയപ്പെടുന്ന, മനുഷ്യരെ അറിയപ്പെടുന്നത് ഇസ്രായേൽ ഭാഷ എന്നാ. അപ്പൊ ഇസ്രായേൽ ഭാഷനായ എന്നെ ഇന്നുവരെ ഞാൻ ഇസ്രായേലിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, ഇസ്രായേലിന്റെ നാഥനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഞാനും ഒരു പുതിയ നബി ഇസ്രായേലാണ്, ഇസ്രായേൽ എന്ന് പറയുവാൻ ഞാൻ അഭിമാനം കൊള്ളുന്നു, തലപോയാലും അതിൽ ധൈര്യം കൊള്ളുന്നു, ഞാൻ ഭയക്കുന്നില്ല. എന്നെ നിങ്ങളൊരു പ്രാവശ്യം പോലെ ഒന്ന് കൊണ്ടുപോയില്ലയോ? എന്ന് പറയാണ്, പക്ഷേ 1,60,000 രൂപയാവും. 1,00,000. പിന്നെ ഞാനൊരു ഷോർട്ട് കട്ട് പറയാം. പാസ്റ്റർ ഒരു കാര്യം ചെയ്യേ, ഒരു 12 പേരെ പാസ്റ്റർ ക്രമീകരിച്ച് തരാന്നുണ്ടെങ്കിൽ പാസ്റ്റർ ആ കൊടുത്ത് കൊണ്ടുപോകാം. ഞാനൊരു 12 പേരെ 1,60,000 രൂപ വെച്ച് ഇസ്രായേലിന് പോകുവാനെ കൊണ്ട് ആഗ്രഹമുള്ള ഒരു 12 പേരെ ഞാൻ എൻ്റെ പരിചയത്തിൽ കൂടെ ഞാൻ അവർക്ക് ക്രമീകരിച്ച് കൊടുത്താൽ അതിൻ്റെ കമ്മീഷൻ വ്യവസ്ഥയാകുന്ന രീതിയിൽ എന്നെ, ഞാൻ പറഞ്ഞ മക്കളെ, ഈ ബിസിനസ് എനിക്കില്ല, ഈ ബിസിനസ് എനിക്കില്ല. എനിക്ക് വേറെ 4 പേരെ 40 പേരുടെ പുറകെ നടന്നിട്ട് അമേരിക്കയിൽ, ഫ്രാൻസിൽ, ഇസ്രായേലിൽ പാവച്ചായ അമ്മാമ്മയും മക്കളെ കൂടെ വിളിക്കുക. 5 പേരുണ്ടല്ലോ, പിന്നെ ഒരു കുടുംബത്തിൽ 5 പേരെ കൂടെ ചേർത്തു. വേണമെങ്കിൽ അല്പം ബുദ്ധി ഉപയോഗിച്ചാൽ മതി. അതിനുള്ള വാക്കും സാമർഥ്യവും ബുദ്ധിയും അതിനുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഒരു 3 വീട്ടിൽ കയറിയാൽ മതി. ഇസ്രായേലിനെ കുറിച്ച് നല്ലൊരു പുസ്തകമൊക്കെ പ്രസംഗിച്ച് ആ മനോഹാരിതയൊക്കെ ഒന്ന് പ്രസംഗിച്ചിട്ട് അവർക്ക് ഒരു അരമണിക്കൂർ നേരത്തെ പുസ്തകം കഴിയുമ്പോൾ അവർ ചിന്തിക്കും, ഇവിടെ ഈ അമ്മ ഇസ്രായേലിൽ നിന്ന് പോയാൽ എത്ര സന്തോഷമായിരുന്നു. അപ്പൊ അവരുടെ സൈക്കോളജി ഈ ബിസിനസ് മൈൻഡാ, ഈ MBA പഠിക്കുന്നവരുടെ ബിസിനസ് മൈൻഡാ. എന്നിട്ട് അവർക്കൊരു മോട്ടിവേഷനൊക്കെ കൊടുത്ത് അവരതൊക്കെ സംസാരിച്ചു. ഇസ്രായേൽ തന്നെ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം ചെയ്യേ, നമുക്കങ്ങ് ഒരുങ്ങേ, കുഴപ്പമില്ല, നമുക്ക് പാവെന്ന് പറഞ്ഞു. അവരെ ഓക്കെ ആക്കി. പിന്നെ വേറൊരു വീട്ടിലും പോയി കുറച്ച് വാചകമൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെ കുറിച്ച് മെസ്സേജൊക്കെ കൊടുത്തു. ആ പ്രത്യാശയൊക്കെ ജനിപ്പിച്ചു. അങ്ങനെ 10 പേരെ എനിക്ക് ഈസി ആയിട്ട് നോക്കാം. എനിക്ക് ഒരു 15 ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് പോകാം. മധ്യമനുശരിയേ അതിന് കിട്ടുകയില്ല. അതാണ് മധ്യമനുശരി പ്രത്യേകം. 15 പേരെ ഏജന്റുമാർക്ക് ഒപ്പിച്ചു കൊടുത്തിട്ട് ഈ മധ്യമനുസരിക്ക് പോകണ്ട. തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാണൻ ശരീരം വിട്ടു പോകുന്നതിന് മുമ്പ് എപ്പോൾ ദൈവസന്നിധി ചെല്ലുമോ ആ ചെല്ലുന്നതിന് മുൻപ് 28 രാജ്യങ്ങളിൽ അയക്കുമെന്ന് ഈ മീഡിയയിലൂടെ പൊതുജനം കേൾക്കാൻ ഞാൻ പറയാൻ എനിക്ക് തന്റെ ഇടമുണ്ട്. കാരണം എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവമാണ് എന്റെ ദൈവം. പരമപുത്രമായി പറയുന്ന പോലെ 28 രാജ്യങ്ങളിൽ എൻ്റെ ഭാര്യ ഏരിയാമ്മ എന്നോട് ചേർന്ന് പ്രാർത്ഥനയിലും കണ്ണീരിലും ഉപവാസത്തിലും ബന്ധങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നിന്നാൽ എൻ്റെ പുറകെ എൻ്റെ ഏരിയാമയും കാണും. അല്ലെങ്കിൽ ഒരു പക്ഷേ മാത്യു പാസ്റ്റർ മാത്രമേ കാണുകയുള്ളൂ. 28 രാജ്യങ്ങളിലും എൻ്റെ ഭാര്യ തമ്പുരാൻ അവസരമൊരുക്കിയാൽ അവളും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടി? തമ്പുരാന്റെ പുസ്തകം നിമിത്തമാണ്. എല്ലാവരെയൊക്കെ കാലക്കയെ പിടിച്ച് അച്ചാപോറ്റി പറഞ്ഞ് എങ്ങനെയെങ്കിലും കുറച്ച് പൈസയും കൊടുത്ത് കുറച്ച് കടവും പറഞ്ഞ് വിസ ഉണ്ടാക്കിയല്ല ദൈവനാമത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടത്. തമ്പുരാൻ അയച്ചിട്ട് പോകണം. അവിടെ ചെന്ന് 10 മീറ്റിംഗ് കിട്ടിയാൽ തിരിച്ചു വരാനുള്ള പൈസയും വീടിന്റെ ബാക്കി പണിയാനുള്ള പൈസയും ഇതല്ല സുവിശേഷമല്ല. അതിനുവേണ്ടിയല്ല ദൈവദാസന്മാരെ ദൈവം വിളിച്ചിരിക്കുന്നത്. കൃപയുള്ളവരെ ദൈവം അയച്ചിരിക്കും. എനിക്ക് പ്രതീക്ഷയുണ്ട്. മക്കൾ പ്രാവശ്യം കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. നാളെ പറഞ്ഞാലും എനിക്ക് ദൈവാത്മാവ് പ്രേരിപ്പിച്ച്. കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നോട് ദൈവദാസൻ പറഞ്ഞു, പാസ്റ്റേ 3/4 മണിക്കൂർ ഞങ്ങളുടെ വലിയ ചർച്ചാണ്, മഹാ ചർച്ചാണ്, മെഗാ ചർച്ചാണ്. ഞങ്ങളുടെ ചർച്ചിൽ പാസ്റ്റ് വരണം, ഒരു മെസ്സേജ് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ പാസ്റ്റേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ദൈവാത്മാവ് പ്രാർത്ഥിച്ചു. എനിക്ക് ഇവിടെ നിന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ പോയായിരുന്നെങ്കിൽ ഞാൻ എവിടെ ഇരുന്ന് പ്രസംഗിച്ചാൽ എനിക്ക് എന്തിരുന്ന് സൂക്ഷിക്കാൻ പറ്റുമായിരുന്നുവോ? എനിക്ക് എവിടെ പോയാൽ ഒരു വെച്ചാൽ ഒരല്പം ഒരു നല്ല ശുശ്രൂഷ ചെയ്താൽ ആ ചർച്ചുകളിൽ ആ ചർച്ചിന്റെ വീട്ടിൽ പല വീടുകളെ ഉപവാസ പ്രാർത്ഥന കിട്ടും. കോടതി മീറ്റിംഗിൽ എന്നെ വിളിക്കും. ഒരു ശുശ്രൂഷയ്ക്ക് എവിടെ ദൈവത്തിന് കൃപയാൽ എവിടെയെങ്കിലും എനിക്ക് അവസരം ലഭിച്ചാൽ നിശ്ചയമായിട്ടും അത് ചുറ്റിപ്പറ്റി കുറച്ച് മീറ്റിംഗ് എനിക്ക് ലഭിക്കും. ഞാൻ അങ്ങനെ ഒരു കാലത്ത് ജീവിച്ചിരുന്നതും ദൈവസ്വാതന്ത്ര്യം. പിന്നെ കുറച്ച് കേട്ട് കുറച്ച് മീറ്റിങ്ങുകളൊക്കെ കിട്ടും. പക്ഷെ ആ ഒരു പരിപാടി പണ്ടേ നിർത്തി. ഉപജീവനത്തിന് വേണ്ടി പുസ്തകം എടുക്കണ അല്ല ഞാൻ നിന്നെ എടുപ്പിച്ച ദൈവം എന്നോട് പറഞ്ഞു. തമ്പുരാനോട് പറഞ്ഞാ കുഞ്ഞെ, ഈ പുസ്തകം തന്നെ ഞാൻ എടുത്തോണ്ടല്ലോ പ്രസംഗിച്ച് ഒരു മീറ്റിംഗ് മൊത്തം 10 മീറ്റിംഗ് അങ്ങനെ നീണ്ട് അവിടെ ഇവിടെ എല്ലാം മീറ്റിംഗ് കിട്ടിയിട്ട് നീ പ്രസംഗിച്ച് ജീവിക്കാനെ കൊണ്ടല്ല. നിനക്ക് ഞാനൊരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ ഞാൻ നിന്നെ കൂടി ചെയ്യിക്കേണ്ടിടത്ത് ഞാൻ നിന്നെ കൂടി ചെയ്യിക്കും.
അതുകൊണ്ടാട്ട് അത് വേഗം നമുക്ക് കടന്നു പോകാം. ഗുരുവാക്യം വായിച്ചല്ലോ. ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വളരെ വേദനയോടുകൂടിയാണ് ഇത് നമുക്ക് വായിക്കാൻ പറ്റുകയുള്ളൂ. ഈ കോരകന്റെ പുത്രന്മാര് അപ്പന്മാരെ സഹോദരന്മാരെ എല്ലാം വിട്ടിട്ട് ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവരാണ്. അവർ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. ദൈവത്തെ അവര് അന്വേഷിച്ചിറങ്ങിയവരാണ്. അപ്പനും അമ്മയും മക്കളും എല്ലാം മരിച്ച് അവരെല്ലാവരും കണ്ണിൽപ്പെടാതെ ഭൂമിയിൽ നിന്ന് നീങ്ങപ്പെട്ടു പോയി. സ്വന്തം പെറ്റ അമ്മ, സ്വന്തം അപ്പന്, സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം പ്രിയപ്പെട്ടവര്, അപ്പന്റെ സഹോദരങ്ങള് എല്ലാം ഭൂമി വായ് പിളർന്ന് ഭൂമിക്കടിയിലേക്ക് പോയപ്പോൾ അവരോട് സ്നേഹം കാണിക്കാതെ, അവരോട് ബന്ധം പുലർത്താതെ, ചപ്പന്നും ചവർന്നും കണ്ട് കൂടാരത്തിനുള്ളിൽ നിന്ന് പുറത്തോടി രക്ഷപ്പെട്ട സകലരെയും അധികമായിട്ട്, മാതാവിനും അധികമായിട്ട്, പിതാവിനും അധികമായിട്ട് ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ സ്നേഹിച്ച ഈ പുത്രന്മാർ ഇവിടെ വായിക്കുന്നു. 3-ാമത്തെ വാക്യത്തിൽ വായിക്കാണ്, നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എത്ര വ്യസനകരമെന്ന് നമുക്കൊരു പക്ഷേ മാനുഷികമായിട്ട് തോന്നും. ഇവിടെ കോരമത്ത് ഈ ഇത്രത്തോളം ത്യാഗം സഹിക്കും. നോക്കവേ, അപ്പനെ ഒരു പക്ഷേ മറക്കാൻ പറ്റും, ഒരു പക്ഷേ അകറ്റി നിർത്താൻ പറ്റും, പക്ഷെ അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല ഒരു നല്ല ഹൃദയമുള്ള ഒരു വ്യക്തിക്ക്. കാരണം അമ്മ അതുപോലെയാണ് അന്യപ്പൊന്നി വളർത്തിയത്. അവൾ അനുഭവിച്ചത്, അവൾ സഹിച്ചത്, അവൾ ബുദ്ധിമുട്ട് അനുഭവിച്ചത്. 9 മാസം 9 ദിവസവും 9 വിനാഴികയും അവളുടെ വയറ്റിൽ അവളുടെ ജീവിതം മാറ്റിവെച്ചിട്ട്, ഭക്ഷണം മാറ്റിവെച്ചിട്ട്, അവളുടെ അധ്വാനങ്ങൾ മാറ്റിവെച്ചിട്ട്, അവളുടെ വിശ്രമ ജീവിതവും കുഞ്ഞെ 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 വയറേ വയറേ എന്നുള്ള ചിന്തകളില് അവള് വളരെ വളരെ എങ്ങും ഇറങ്ങാതെ, അധികം കയറാതെ, ഓടാതെ, സുഖമായിട്ടൊന്ന് കിടക്കാതെ, ചെഞ്ഞും പിരിഞ്ഞും പോകാതെ വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഒരു ഗർഭിണിയായ സ്ത്രീ തന്നെ സൂക്ഷിക്കേണ്ടത്. കാരണം ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന് ക്ഷതമുണ്ടാകരുത്. 9 മാസം കഴിഞ്ഞു. അവളെ ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന. ആ പ്രസവ വേദനയെ സഹിച്ച് ഭൂമിയിൽ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുകയാണ്. 9 വർഷം, അതെ 9-ാമത്തെ വയസ്സ് 10-ാമത്തെ വയസ്സ് വരെ ഇതിന്റെ മൂത്രമെടുത്ത്, ഇതിന്റെ മലമെടുത്ത്, ഇതിനു വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് അവളുടെ ജീവിതത്തിന്റെ എല്ലാ സ്വൈര്യതയും നഷ്ടപ്പെടുത്തി, ഫ്രീഡം നഷ്ടപ്പെടുത്തി, സൗന്ദര്യം നഷ്ടപ്പെടുത്തി, വസ്ത്രങ്ങളെല്ലാം മുഷിഞ്ഞ് മേളാതെ പ്രത്യേകമായ പ്രതിസന്ധിയിലൂടെ അവൾ ആ കുഞ്ഞിനെ വളർത്തുകയാണ്. 10 വയസ്സൊക്കെ ആവുന്നുണ്ട്, 12 വയസ്സൊക്കെ ആവുന്നുണ്ട്. അവള് ഈ കുഞ്ഞുങ്ങൾ പറയും, അമ്മയോട് ഒരു കാര്യം ഞാൻ പറയാം, എന്റെ വിഷയത്തിൽ അമ്മ ഇടപെടണ്ട. പെട്രോളത്ത് അമ്മയോട് പറയും, അമ്മയോട് ഞാൻ ഒരു കാര്യം പറയാം, യുവർ ഓൺ ബിസിനസ്, ഇത് എന്റെ ബിസിനസ്സാണ്, എന്റെ മൊബൈലിൽ അമ്മ തൊടണ്ട, എന്റെ കാര്യത്തിൽ അമ്മ തൊടണ്ട, ഞാൻ പറഞ്ഞൊരു കാര്യം പറയണ്ട, അമ്മ നിങ്ങളൊക്കെ പഴയ ആൾക്കാരാ. ആ കുഞ്ഞിന് ആ വാക്ക് കേൾക്കുമ്പോൾ ആ കുഞ്ഞിന്റെ വേണ്ടി സഹിച്ചത് സകലതും തീങ്കൽ വെഴുകുരുകുന്ന പോലെ ആ തള്ളയുടെ ഹൃദയം ഉരുകി വേദനിച്ച് മാറുകയാണ്. കുഞ്ഞിന്റെ ആദ്യത്തെ വാക്കുകൾ കേൾക്കും. പിന്നീട് കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ പലവിധമായ വിളച്ചതകളും പലവിധമായ ആഴത്ത് വഴികളും കാണുമ്പോൾ ഈ തള്ളയുടെ ഹൃദയം ഉരുകുകയാണ്, വേദനിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പോട്ടെ, വിവാഹം കഴിച്ചു വിട്ടാലും ആ മകനൊരു ക്ഷീണമുണ്ടായാൽ ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു മനുഷ്യൻ പുറത്തു പോയിട്ട് വഴിയിലൂടെ വരുന്നു എന്ന് ചിന്തിക്കുക. ഒരു മനുഷ്യൻ പുറത്തു പോയി യാത്ര പോയതാ, രാവിലെ പോയതാ, വൈകിട്ട് 4 മണിക്കാണ് വരുന്നത്. 4 മണിക്ക് യാത്ര പോയ മനുഷ്യൻ വൈകിട്ട് 4 മണിക്ക് വരികയാണ്. റോഡിലൂടെ വരികയാണെന്ന് കരുതുക. റോഡ് സൈഡിലുള്ള ഒരു വീടാണ്. റോഡിലൂടെ വരുന്നുടനെ ആ റോഡിന്റെ സൈഡില് കടത്തണ്ണയുണ്ട്, ഒരു ബാർബറിന്റെ കടയുണ്ട്. ബാർബറിന്റെ കടയുടെ തണ്ണയിലൂടെ ആ രാവിലെ പോയ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ബാർബറിന്റെ കടത്തണ്ണയ്ക്ക് ഒരു ചെരുപ്പ് കുത്തിയിരിക്കുന്നു. ആ ചെരുപ്പ് കുത്തി ഈ മനുഷ്യനെ കണ്ടാൽ ഒരു മനുഷ്യൻ റോഡിലെടുപ്പാൽ എവിടെയാണ് നോക്കുന്നത്? ചെരുപ്പ് കുത്തി ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യം നോക്കുന്നത് കാലിലാണ്. എന്തിനാ? ഇവന്റെ കാലിന്റെ ചെരുപ്പിന് വല്ല പൊട്ടലുണ്ടോ, എനിക്ക് 10 പൈസ കിട്ടുമോ? കടത്തണ്ണയ്ക്ക് താഴെ ഇരിക്കുന്ന ചെരുപ്പ് കുത്തി താഴെ കടയെ നോക്കുമ്പോൾ മേളിൽ കടയിലിരിക്കുന്ന ബാർബർ എവിടെയാണ് നോക്കുന്നത്? തലയിലാണ് നോക്കുന്നത്. എന്താ? ഇവന്റെ തലമുടി വളർന്നിട്ടുണ്ട്, വരാൻ സമയമായി, എനിക്ക് 100 രൂപ കിട്ടും. അപ്പം ചെരുപ്പ് കുത്തി കാര്യം നോക്കുന്നു, ബാർബറ് തലയിൽ നോക്കുന്നു. വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്, അരച്ച് വിളിച്ച് അംഗൻവാടി വിട്ടതുപോലെ പിള്ളേരെ കൊണ്ട് ഓടി ചെല്ലുകയാണ്. അപ്പ 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 എന്ന് പറയും. എന്തിനാണ്? അപ്പന്റെ കയ്യില് പലഹാരങ്ങൾ വാങ്ങിക്കുവാൻ. അപ്പന്റെ കയ്യിൽ നിന്ന് പലഹാരങ്ങൾ വാങ്ങിക്കാൻ. കുഞ്ഞുങ്ങളുടെ ലക്ഷ്യം അതാണ്. കുഞ്ഞുങ്ങൾ നോക്കുന്നത് അപ്പന്റെ വേറൊന്നുമല്ല, അപ്പം പോയ കാര്യം സാധിച്ചോ, അപ്പം ക്ഷീണിച്ചോ, ഉച്ചയ്ക്കൊന്നും കഴിച്ചോ എന്നൊന്നുമല്ല. കുഞ്ഞുങ്ങൾ നോക്കുന്നത് പലഹാരങ്ങളാ. വീട്ടിലേക്ക് വന്ന് കയറി ഉടുപ്പ് ഊരുന്നിടത്ത് ഭാര്യ ഇട്ടും പറഞ്ഞ് തരിഞ്ഞും പിരിഞ്ഞും നോക്കിയാണ്. ഉടുപ്പിന്റെ പോക്കറ്റിന് വല്ലതും കനമുണ്ടോ, ഇന്ന് പോയിട്ട് വല്ലതും 10 പൈസ ഉണ്ടോ കയ്യില്? അതാണ് ഭാര്യയുടെ നോട്ടം. പക്ഷെ പെറ്റതാളെ നോക്കുന്നത് എവിടെയാണ്? ആ കുഞ്ഞിന്റെ മുഖത്ത്. എന്റെ കുഞ്ഞ് രാവിലെ പോയി
അവന്റെ ക്ഷീണം കണ്ടോ? അവന്റെ അതാണ് അമ്മ. പെറ്റ തള്ള എന്ന് പറഞ്ഞാൽ ബന്ധവത. അമ്മയുടെ മകനെ ഒരു വിഷയം മദ്യപിക്കുന്നു. അവന്റെ ജീവിതമൊക്കെ എങ്ങനെയായി? എന്തെല്ലാം പ്രയാസം ഉണ്ടായിരുന്നു. സുധി ചേച്ചി, മോനെ അവിടെ വല്ല വൈരാഗ്യമുണ്ടോ? ഇല്ല. അമ്മയെ മോന് മറക്കാൻ പറ്റുകയില്ല. മോനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റ തള്ളയാണത്. ദൈവസ്തോത്രം. ഇങ്ങനെ സ്വന്തം അമ്മയെ പോലും വേണ്ട എന്ന് വിചാരിച്ചാണ് കോരപുത്രന്മാര് ഓടി രക്ഷപ്പെട്ടത്. സ്വന്തം അമ്മയെ പോലും വില കൽപ്പിക്കാതെ, കാരണം തെറ്റിന് കൊണ്ട് നിൽക്കത്തില്ല. എന്നാൽ അവരത്രയും വലിയൊരു ആത്മീയ സന്തോഷത്തിലേക്ക് വന്നവർ ഇപ്പോൾ പറയുകയാണ്. എന്താണ് പറയുന്നത്? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറഞ്ഞു. നോക്കണമേ, അപ്പൊ നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ തങ്ങൾക്കെതിരെ സാത്താൻ പ്രതികരിക്കാൻ തുടങ്ങി. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കത്തക്ക രീതിയിൽ സാഹചര്യങ്ങൾ സാത്താൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ താഴ്ക്കുമുള്ളവന് മകളെ. എന്തും മാത്രം വില കൊടുത്തവരാണ് ഇവർ. ഈ കോരപുത്രന്മാര് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ദൈവമായി എന്തുമാത്രം വില കൊടുത്തവരാണ്. പക്ഷെ ഇപ്പോൾ ചോദിക്കുകയാണ്, നിന്റെ ദൈവം എവിടെ എന്ന് ശത്രുക്കൾ, ജാതികൾ, മറ്റുള്ളവർ, പുറത്തുള്ളവർ ചോദിച്ച് ഇവരുടെ അസ്ഥി ദ്രവിക്കുന്നു. വിശ്വാസ ജീവിതം നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം സുഖമായി, എല്ലാം സുഖമായി, ഇനി തന്നലമ്പാടി ഇരുന്നാൽ മതി. അത് പളങ്ക് കൊട്ടാരത്തിന്റെ ജീവിതമാണ്. പളങ്ക് മഞ്ചത്തിലാണ് നമ്മൾ, സപ്രപഞ്ചത്തിലാണ് നമ്മുടെ ജീവിതങ്ങള്. അതൊന്നുമല്ല. ഇവിടെ നിന്ദയുണ്ട്, കഷ്ടമുണ്ട്, ദുഃഖമുണ്ട്, ദുരിതമുണ്ട്, പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്, പീഡനമുണ്ട്, ദാരിദ്ര്യമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ നാളുകളിൽ ഓർക്കുകയാണ്, ഈ അടുത്ത കാലത്തായിട്ട്, പണ്ട് കാലത്തുണ്ടായിരുന്ന അധികമായിട്ട് പല വിധത്തിലുള്ള ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ അതിനൊരു സുഖമുണ്ട്. കാരണം ദാവീദ് പറഞ്ഞ പോലെ, ദൈവം പറയുന്ന പോലെ, സമ്പന്നനായിട്ട് ദൈവം എവിടെയെന്ന് ചോദിപ്പാൻ ദൈവമേ നീ ഇടവരുത്തരുതേ. അഭിഷേക്തൻ ചോദിക്കുകയാണ്, ദൈവമേ ഞാൻ സമ്പന്നനായിട്ട് ദൈവം എവിടെ, നീ ആരെയും ചോദിപ്പാൻ ഇടവരുത്തരുത്. എന്നിട്ട് എന്നെ പറയുകയാണ്, ഞാൻ ദരിദ്രനായിട്ട് നിന്റെ വചനത്തെ ദുഷിപ്പാനും. അതെ, വലിയ ദരിദ്രനും നമ്മൾ ആകരുത്, വലിയ സമ്പന്നമാകരുത്. അന്നത്തേക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയുണ്ടെങ്കിൽ അത് മതി എന്നറിഞ്ഞ് ദൈവനാമത്തിനും പ്രിയമുള്ള ജീവിതം നയിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാക്യത്തിലേക്ക് വരാം. ദൈവത്തിന് സരി നമുക്ക് ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ വായിച്ചുള്ളൂ, നിന്റെ ദൈവം, എന്റെ ദൈവമേ എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തിന് ഹെർമോൻ പർവ്വതങ്ങളിലും നിസ്സാരം വരെയും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. ദൈവത്തിന്റെ വാക്യങ്ങൾ വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. ഈ പ്രതിസന്ധി കോരപുത്രന്മാർക്ക് നേരിട്ടുകൊണ്ടിരിക്കുക. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും, പല പ്രയാസങ്ങളുണ്ടാകും, പല പ്രതിസന്ധികളുണ്ടാകും, പല കണ്ണുനീരിന്റെ അവസ്ഥകളുണ്ടാകും. പക്ഷെ അതെല്ലാം നമ്മള് തീയിൽ കൂടി ശോധന കഴിക്കുന്ന അനുഭവമാണ്. യോബിന്റെ ജീവിതം പഠിച്ചാൽ യോബിനെ പോലെ ദൈവത്തിന് പ്രിയനായവനെ നമുക്ക് കാണാനില്ല. അതേപോലത്തെ ജീവിതമായിരുന്നു യോബിന്റെ ജീവിതം. പക്ഷേ യോബിന്റെ ജീവിതം വലിയ പ്രതിസന്ധി നേരിട്ടു. ആർക്കും നേരിടാത്ത കഷ്ടവും ദുഃഖവും വേദനയും നേരിട്ടു. പക്ഷെ ദൈവം യോബിനെ അനുഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേദനകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിന്ദകൾ, നിങ്ങൾ എന്തിനാണ് പള്ളിക്ക് പോകുന്നത്, എന്താണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, എന്തിനാണ് ഈ കൊട്ടും പാട്ടും, എന്തിനാണ് ഈ കൂട്ടായ്മയെന്ന് ചോദിച്ച് നിന്നെ ഭാരപ്പെടുത്തുമ്പോൾ, നിന്നെ നിന്ദിക്കുമ്പോൾ, നിന്നെ ആക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം നീ ഗ്രഹിച്ചുകൊള്ളുക, അവർക്കുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അനുഗ്രഹം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ മാനിക്കാതെ പോകുകയില്ല, ദൈവം നമ്മളെ അനുഗ്രഹിക്കാതെ പോകുകയില്ല. വെച്ചെങ്കിൽ യോബിന്റെ ജീവിതത്തിലെ ഇരട്ടി അനുഗ്രഹങ്ങളാ ദൈവം യോബിനെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് തക്കവണ്ണം നമുക്ക് പ്രതിഫലം ഉണ്ടാകും. ആയാലും പ്രയാസമായാലും പ്രതിസന്ധിയായാലും അപ്രകാരമുള്ള ജീവിതാനുഭവത്തിലേക്ക് ദൈവം നമ്മൾ നടക്കട്ടെ. സമയം വളരെ വൈകിപ്പോയിക്കുന്നതിനാൽ ഞാൻ ഈ വചനയോട് ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്ഥിതി നമ്മളെ ഏൽപ്പിക്കാം.